ಈಗಿನ ಮನಸ್ಥಿತಿ ಯಾವ ರೀತಿ ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ പറഞ്ഞു പറഞ്ഞു. ನನ್ನ ಈಗಿನ ಮನಸ್ಥಿತಿ ಯಾವ ರೀತಿ ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಒಂದು ಸಲಿ ಏನು ಇಲ್ಲಿಂದ ಹೊರಟೋದ್ರೆ ಸಾಕು, ನನ್ಗೆ ನನ್ನದೇ ಬೇರೆದೇ ಆದಂತಹ ನನ್ನ ಏನು ಚಿಂತೆಗಳಿದೆ. ಸೊ ಹಾಗಾಗಿ ಇಲ್ಲಿಂದ ಸಮಾಧಿ ಆದ್ರೆ ಸಾಕು ಈ ಭೂಮಿಯಿಂದ ಅಂತೇಳಿ ನಾನು ಆ ರೀತಿ ಥಿಂಕ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಅಂತ ಅವ್ರು ಹೇಳ್ತಿದ್ರು. നമ്മുടെ ഈ മെഡിറ്റേഷനകത്ത് ഒന്നിനെയും ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അപ്പൊ കുടുംബത്തെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരെ ഉപേക്ഷിക്കുക, ഒന്നിനോടും അറ്റാച്ച്ഡും അല്ല, ഒന്നിനോടും ഡിറ്റാച്ച്ഡും അല്ലാത്ത രീതിയിൽ നമ്മളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോകണം. അതിന് ധ്യാനം മാത്രമേ മാർഗമുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ആ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോവില്ല. അത് പോവാത്തിടത്തോളം രണ്ട് താളത്തിലേ ഇത് പോവുള്ളൂ. ആ താളലയ ശ്രുതി ഒരുമിച്ച് വന്നാൽ മാത്രമേ സംഗീതം കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് അരോചകത്വമായിരിക്കും. ആ സംഗീതത്തിന് ഒരു മനുഷ്യൻ പോലും കേൾക്കാനുണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പല 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 കാരണം, ഒരു കാരണമല്ല, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഞാനിപ്പോൾ ഏതാ പറയാത്തതുള്ളത്. ഇത്രയധികം കാര്യം വിശദമാക്കി പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലാവാനല്ല, എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇങ്ങനെ വന്നാലേ ഇതിന്റെ ഗുണമുള്ളൂ, ഇങ്ങനെ വന്നാലേ എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവായിരിക്കുള്ളൂ, ഇങ്ങനെ വന്നാലേ നിങ്ങൾക്ക് നല്ലതാവുള്ളൂ, ഇതെല്ലാം പറഞ്ഞു തരികയാണ്. ഇനി അവിടെ നിന്നാണ് തീരുമാനം. എൻ്റെ രീതി ഇതാണ്. ನೋಡಿ, ಅವರು ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ನೀವು ಕುಟುಂಬ ಸಮೇತವಾಗಿ ಬನ್ನಿ, ನಾನು ಊಟ ಬಡಿಸ್ಕೊಡ್ತೀನಿ ಅಂತ ಒಂದು ಮಾತನ್ನ ಲಾಸ್ಟ್ ಅಲ್ಲಿ ಹೇಳಿದ್ರು. ಸೊ ಯಾವುದೇ ಒಂದು ಏನು ಸಂಗೀತ ಕೇಳ್ಬೇಕಾದ್ರೂ ಕೂಡ ಅದರ ತಾಳ ಲಯ ಅದು ಶ್ರುತಿಬದ್ಧವಾಗಿದ್ರೆ ಮಾತ್ರ ಕೇಳಲಿಕ್ಕೆ ಇಂಪಾಗಿರುತ್ತೆ, ಇಲ್ಲಾಂದ್ರೆ ಇಂಪಾಗಿರಲ್ಲ. ಸೊ ಹಾಗಾಗಿ ನೀವು ಕುಟುಂಬದಲ್ಲಿ ಎಲ್ಲರೂ ಸೇರಿ ಬಂದ್ರೆ ಮಾತ್ರ ಇದನ್ನ ಏನು ತಿಳ್ಕೊಬಹುದು, ಅನುಭವ ಪಡ್ಬೋದು. ಆವಾಗ ಮಾತ್ರ ಏನು ಇದರ ಏನು ಮೌಲ್ಯ ಏನು ಗೊತ್ತಾಗುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. അപ്പൊ അടുത്തതിലേക്ക് പോകട്ടെ ഞാൻ. ഗുരുജി ബ്രേക്ക് കഴിഞ്ഞുള്ളവരെ വിളിക്കട്ടെ. ബ്രേക്ക് കഴിഞ്ഞവരെ വിളിച്ചോളൂ. ഇന്നലത്തെ ബാക്കിയുള്ളവരെല്ലാരെയും വിളിച്ചു. ഇന്നലെ ബ്രേക്ക് വിളിച്ചിട്ടില്ല. ശരി, പുതിയ അനുവാദം ഒരാളും ഉണ്ട് കേട്ടോ. ശ്രീജ മൈസൂർ, അതിന്റെ മകളും ഉണ്ട്. ശ്രീജയുടെ മകളും ശ്രീജയും. ശ്രീജ ഉണ്ടോ ക്ലാസ്സില്? അയ്യോ, ഇന്ന് കേറാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ, കുറെ പേര് കേറി. കുഴപ്പമില്ല. ഗോപിച്ചേട്ടനും സഹധർമ്മിണിയും. ചെയ്തോളൂ ചെയ്തോളൂ, തുടങ്ങിക്കോ. താങ്ക് യു. ദിവ്യ ഷാജി. ദിവ്യ ഷാജി ദീപകിന്റെ അച്ഛൻ വിദ്യാധരനാണ്. തുടങ്ങിക്കോളൂ. ശ്രീജ, കോഴിക്കോട് ശ്രീജ. തുടങ്ങിക്കോളൂ. നമസ്തേ ഗുരുജി. തുടങ്ങിക്കോ. ഇനി ശോഭന, എറണാകുളം. ശോഭന നടേശനാണോ? അല്ല, എറണാകുളം. എവിടെയാണെന്നില്ല. അംബിക, ഭർത്താവ്. ഇല്ല. നിശാന്ത്, പാലക്കാട്. ഇല്ല. അരുണിമ, പാലക്കാട്. അഭിലാഷ്. ഗുരുജി നമസ്തേ. നമസ്തേ. അഭിലാഷ്, ഇത് ചെയ്യണോ? ഇതിങ്ങനെ ഈ ചാടും കയറും ഇറങ്ങും ഇങ്ങനെയല്ലേ? എന്താ പറ്റണത്? ഫുള്ള് ബ്രേക്ക് ആയിട്ട് പോണം. അപ്പൊ ഞാൻ വിളിച്ചു ഗുരുജിയോട് അനുവാദം ചോദിച്ചിട്ട് ശരിക്കും തുടങ്ങാൻ. ഇന്നലെ വന്നിരുന്നു, ഇന്നലെ പറ്റിയില്ല. ശരി, ഒരു കുഴപ്പമില്ല. ഞാൻ എത്രയോ പ്രാവശ്യം അനുവാദം തന്നെ, എന്തോ നല്ല അനുഭവം ഉണ്ട്. ഇതെന്താണ് ഈ ട്രാക്കിൽ നിന്ന് വ്യതിചലിക്കണത്? നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കും. കാരണം അച്ഛനും മോനും വ്യതിചലിച്ച് കളിക്കുക. ഒരേ ഒരു മാർഗമുള്ളൂ, ട്രാക്കിൽ നിന്ന് ഒന്ന് തന്നെയാ കയറിപ്പോരാൻ വിഷമമാണ്. ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ. ഇത്രയും നല്ല അനുഭവമൊക്കെ ഉണ്ടായിട്ട് എന്തിനാ പിന്നെ ട്രാക്കിൽ നിന്ന് വിട്ടു പോകണം? പിടിച്ചുറച്ച് നിൽക്കുക, നല്ല ഭംഗിയായിട്ട് യാത്ര ചെയ്യും കേട്ടോ. അത് വരട്ടെ. ഗുരുജി, ബ്രേക്ക് ഈ ഒന്നിടവിട്ട ദിവസങ്ങളില് ബ്രേക്ക് മെഡിറ്റേഷൻ ചെയ്യണവരൊക്കെ ഉണ്ടല്ലോ, അതായത് അർച്ചനയൊക്കെ, അവർക്കൊക്കെ ബ്രേക്ക് എടുക്കണോന്ന് ചോദിക്കുന്നുണ്ട്. അത് വ്യക്തിപരമായിട്ട് മാത്രമാണ്. എല്ലാവർക്കും ബ്രേക്ക് വേണം. അതാണ് അതിന്റെ രീതി.
ആ. അത് ചില കേസുകളിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരുമായിട്ട് മാത്രം സംസാരിച്ചിട്ട് അത് പറയാൻ പറ്റും. ചിലർക്ക് അത് വേണ്ട, ചിലർക്ക് അർച്ചന ഉണ്ടോ? ബ്രേക്ക് വേണം. അത് അർച്ചന ഉണ്ടോ അയർലൻഡ്? ഉണ്ട് 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 അല്ല ചേച്ചി. അർച്ചന മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ? ആ അവിടെ സാഹചര്യമൊക്കെ ഭംഗിയാണോ? ആ, സൂര്യനൊക്കെ മുഴുവൻ ഇരുട്ടാ, മഴക്കാറ് കണക്കാ മിക്ക സമയം, പിന്നെ തണുപ്പുമാണ്. പക്ഷെ ചെയ്യാൻ പറ്റും. അയർലൻഡ്. ഓക്കെ. രാവിലെ വൈകുന്നേരം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പക്ഷെ 7:30 ആകുമ്പോഴാണ് സൺറൈസിന്റെ ടൈം കാണിക്കുന്നത്. ഓക്കെ. നമുക്ക് ഇരിക്കുമ്പം മനസ്സിലാവും എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്കുണ്ടോ ഇരുന്നിട്ട്? പിന്നെ നല്ല ഉണ്ട്. വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഉള്ളിലൊക്കെ നല്ല ഉണർവ് സന്തോഷമൊക്കെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ആരെങ്കിലും എനർജി ഫ്ലോ ഒക്കെ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് വല്ലതും പറയാറുണ്ടോ? എല്ലാരും കളിയാക്കുന്നുണ്ട്. എന്ത് പറഞ്ഞ് സൂര്യന്റെ മുന്നിൽ ഇരിക്കാന്ന് പറഞ്ഞല്ലേ? അവര് കളിയാക്കട്ടെ. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നെന്നും. അത് കുഴപ്പമില്ല. നമുക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ അതല്ലേ ഇമ്പോർട്ടന്റ്. പിന്നെന്താ, ഒരു കുഴപ്പമില്ല. ശരി. അപ്പൊ ഇനി തൽക്കാലം ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞു? ഇപ്പൊ 39ാമത്തെ ദിവസം. 41, 41 ദിവസം ആവട്ടെ. 39 പറഞ്ഞു 41 ദിവസം ആവട്ടെ. അതിന്റെ തലേദിവസം 41ാമത്തെ ദിവസം എന്നോട് ചോദിച്ചാൽ മതി. ആ സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം ബ്രേക്ക് എത്ര ദിവസം വേണം. ശരി. നിങ്ങൾക്ക് 15 ദിവസം ബ്രേക്ക് എന്ന് പറയാൻ 30 ദിവസം ആവാൻ പാടില്ല. 15 ദിവസമേ പാടുള്ളൂ അവിടെ. അല്ലെങ്കിൽ ഞാൻ അതിന്റെ പകുതി തരും. കാരണം ഒരു ദിവസം ബ്രേക്ക് ചെയ്ത് ഒരു ദിവസം ചെയ്യണം. 1.5 ദിവസമാണ്. എനിക്ക് പക്ഷേ ഉണ്ടല്ലോ ഗുരുജി, അനുവാദം തരാൻ അപ്പനും അമ്മയും അച്ഛനും വരില്ല. നിങ്ങൾക്ക് അവിടെ ഇല്ലാത്തതിനെ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ UK യിലല്ലേ ഇരിക്കണത്. അതാ നിർത്താൻ പേടി. അയർലൻഡ് അടുത്ത സൂത്രോട് ഗുരുജി. നിങ്ങളുടെ ഫാമിലി അല്ലല്ല സൂത്രല്ല അന്നച്ചേക്ക് വഴക്കിട്ടു. അല്ല, നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരും സപ്പോർട്ട് തരുന്നില്ല. അവര് പറഞ്ഞിട്ടും കേൾക്കണില്ല. ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തു, പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ കൊച്ചച്ഛൻ കേറിയിട്ടുണ്ട്. കൊച്ചച്ഛനെ ക്ലാസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് കയറാൻ പറ്റിയില്ല. ഇന്ന് കയറിയില്ല. ഓക്കെ. ഈ അച്ഛനും അമ്മ എന്താ പറയണത്? അമ്മയ്ക്ക് തീരെ വിശ്വാസമില്ല. അച്ഛൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ട് കൊടുക്കുന്ന ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ധർമ്മത്തിൽ നിന്നിട്ട് പൈസ ഉണ്ടാക്കും. ഈ പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കണ്ടേ? അവര് ഉപയോഗിക്കണില്ലേ? അവര് ചെലവാക്കുന്നില്ല. എന്റെ ചെലവാക്കുന്നില്ല. ഇല്ല, നമ്മുടെ പൈസ ഉപയോഗിക്കണില്ല. പിന്നെ അവിടെയും പോയി ധർമ്മത്തിൽ നമ്മൾ കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സമർപ്പണം ശരിയാകുമ്പോൾ അവര് മാറി വരും. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ആത്മാർത്ഥമായിട്ട് അങ്ങനെ ശ്രമിക്കുക. അതൊക്കെ നമ്മൾ ത്യാഗത്തിലേക്ക് മാറുക. എന്നിട്ട് പറയുക, അമ്മയ്ക്കും അച്ഛനും എന്നോട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ വിദേശത്ത് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാ താമസിക്കണില്ലേ, എന്നെ പ്രപഞ്ചം അല്ലാണ്ട് ആരാ അവിടെ സംരക്ഷിക്കാനുള്ളത്? നിങ്ങൾ ദിവസം തോറും പല കഥകൾ കേൾക്കണില്ലേ? ഡോക്ടർമാര്, നേഴ്സുമാര്, എവിടെയാ സേഫ് ഉള്ളത്? ഹോസ്പിറ്റലിൽ ഒരു സേഫ്റ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനും അല്ല ഒരു കത്തി എടുത്തേച്ച് കുത്തണം എന്ന് തോന്നി എന്തും ചെയ്യാൻ പറ്റുമോ? നമ്മളെ പ്രപഞ്ചം മാത്രമാണ് സംരക്ഷിക്കുന്നത്. എന്റെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം. നിങ്ങൾക്ക് ശവക്കരയോടാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഇങ്ങനെയൊക്കെ ഒന്ന് ഇമോഷണലി പിടിച്ചിട്ട് നോക്ക്. സഹോദരി എന്താ പറയണേ? സഹോദരിയോ സഹോദരൻ ആരാ ഉള്ളേ? ഒട്ടുമില്ല. സഹോദരി. കൊള്ളാം, നല്ല കാര്യം. നിങ്ങളുടെ പ്രപഞ്ചത്തോട് നമ്മൾ വീണ്ടും, ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും നമ്മൾ സമർപ്പിക്കുക. അപ്പൊ തനിയെ മാറി വരും. നമ്മുടെ സമർപ്പണം ശരിയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. ശരിയാവും. ഗുരുജി ലീല ചേച്ചിയുടെ മരുമകൻ ശ്രീനാഥ്. ഇല്ലല്ലേ? ഇല്ല. പിന്നെ പുതിയതായിട്ട് ഒരു അനുവാദം കൊടുക്കണം. ദൃശ്യ 15 ക്ലാസ് കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞില്ല. അല്ല, ചേച്ചി വിളിച്ച ശ്രീനാഥ് അതിന് ഉത്തമ ഉദാഹരണമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ശ്രീനാഥ് ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം അവരുടെ കുടുംബം നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടാണ് ശ്രീനാഥ് മെഡിറ്റേഷനിലേക്ക് വന്നത്. പുള്ളിക്ക് മത്സ്യം ഉപേക്ഷിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി മത്സ്യം അവിടെ ഉണ്ടോ? വെരി ഗുഡ്. 2 വർഷമല്ലേ ശ്രീനാഥ് പരിശ്രമിച്ചത്? ശ്രീനാഥിന്റെ ക്ഷേത്രത്തിലാണോ ശ്രീനാഥ് വർക്ക് ചെയ്യുന്നിടത്താണോ എവിടെ ഈ മത്സ്യത്തിന്റെ പ്രാധാന്യം ഉള്ളത്? എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയിലില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് ക്ഷേത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ആശ്രമത്തിലാണ്. അവിടെ ആശ്രമത്തിൽ മത്സ്യം കൊടുക്കുമോ? ഇല്ല, ആശ്രമത്തിലല്ല.
അതൊരു തറവാട് ക്ഷേത്രമാണ്. ആ ആ അവിടെ ഈ കൗള സമ്പ്രദായത്തിലെ പൂജയാണ്. ആ ഓക്കെ, ശരി, പെർമിഷൻ ഉണ്ട്, ഇരുന്നോട്ടോ. എന്താ നോക്കണേന്തി? അച്ഛനുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛൻ പറയാണ്ട് ശരിക്കും നിൽക്കണം എന്ന് പറഞ്ഞില്ല. എങ്ങനെ? ഓനിപ്പോ ആശ്രമത്തിലല്ലേ, അവിടെ പിന്നെ ഇതൊന്നുമില്ല, മത്സ്യമാംസമൊന്നുമില്ല. ആ അറിയാം അറിയാം അറിയാം, എനിക്കറിയാം. ഞാൻ പറഞ്ഞു അതുപോലെ പോയാൽ നല്ലത്. ഗുരുജി പറഞ്ഞവർ കേൾക്കാം. ആള് നേരത്തെ കാണണമല്ലോ, മുഖത്തിനൊക്കെ ഒരു തെളിച്ചുണ്ട്, എനിക്ക് ഇതിൽ തന്നെ കാണുമ്പോ മനസ്സിലാവുന്നു. ആയിരിക്കാണ് മകന് മകനാണ്. ആ നല്ല പറഞ്ഞു ഞാൻ. ഗുരുജി ഇങ്ങനെ പറഞ്ഞ അത് അനുസരിക്കാം. നല്ലത് വരട്ടെ. ഗുരുജി പുതിയതായിട്ട് ಇಲ್ಲ ಇത്രയും പറ. ಕನ್ನಡ ಇವಾಗ ಏನೋ ಅದು ಪರ್ಮಿಷನ್ ಕೊಡ್ತಾ ಇದಾರೆ, ಅದ್ರಲ್ಲಿ ಬೇರೆ ಏನಿಲ್ಲ. ಇದಕ್ಕಿಂತ ಮುಂಚೆ ಏನೋ ಐರ್ಲೆಂಡ್ ಇಂದ ಒಬ್ರು ಮಾತಾಡಿದ್ರು, ಅವ್ರ ಹೆಸರೇ ಮರ್ತೋಯ್ತು. ಸೊ ಅವ್ರಿಗೆ ತಂದೆ ತಾಯಿ ಏನೋ ಪರ್ಮಿಷನ್ ಕೊಡ್ತಾ ಇಲ್ಲ, ಮತ್ತೆ ಒಬ್ರು ಅರ್ಚನಾ ಅಂತ ಹೇಳಿ. ಓಕೆ, ತಂದೆ ತಾಯಿಗಳು ಪರ್ಮಿಷನ್ ಕೊಡ್ತಾ ಇಲ್ಲ. ನಂತರ ಅವ್ರಿಗೊಬ್ರು ಸಹೋದರಿ ಇದ್ದಾರೆ, ಯಾರಿಗೂ ಕೂಡ ಇದರಲ್ಲಿ ಇಂಟ್ರೆಸ್ಟ್ ಇಲ್ಲ. ಸೊ ಅವ್ರು ಒಬ್ಬರೇ ಇದ್ದಾರೆ. ಸೊ ಅವರು ಒಂದಿನ ಬಿಟ್ಟು ಒಂದಿನ ಫಾರಿನ್ ಅಲ್ಲಿ, ಸೊ ಅಲ್ಲಿ ಏನು ಕಷ್ಟ ಆಗುತ್ತೆ. ಸೊ ನಮ್ಮ ಇಂಡಿಯಾ ತರ ಏನೋ ದಿನ ಸೂರ್ಯ ಸಿಗುವಂತದ್ದು ಸೊ ಕಷ್ಟ ಆಗುತ್ತೆ. ಮತ್ತೆ ಒಂದಿನ ಕ್ಲಾಸ್ ಕೇಳಿ ಒಂದಿನ ಮೆಡಿಟೇಷನ್ ಈ ರೀತಿ ಮಾಡ್ತಾರೆ. ಸೊ ಅವ್ರಿಗೆ 15 days ಏನೋ ಬ್ರೇಕ್ ತಗೋಬೇಕಾ ಅನ್ನುವಂಥದ್ದು ಒಂದು ಕ್ವಶನ್ ಇತ್ತು. ಅದಕ್ಕೆ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ನಿಮಗೆ ನಾನು ಸಪರೇಟ್ ಆಗಿ ಹೇಳ್ತೀನಿ ಸೊ ಯಾವ ರೀತಿ ಮಾಡ್ಬೇಕು ಅಂತ. ಯಾಕಂದ್ರೆ ಒಂದಿನ ಬಿಟ್ಟು ಒಂದಿನ ಮಾಡೋತ್ತಿಗೆ ಸೊ ಅಲ್ಲಿ ಒಂದೊಂದ್ ದಿನ ಬ್ರೇಕ್ ಬರ್ತಾ ಇದಲ್ಲ. ಸೊ ಕಂಟಿನ್ಯೂ ಆಗಿ 15 ದಿನ ಬ್ರೇಕ್ ತಗೊಳ್ಳೋದಾದ್ರೆ ಸೊ ಅದ್ರ ಬಗ್ಗೆ ನಾನು ಸಪರೇಟ್ ಆಗಿ ಹೇಳ್ತೀನಿ ಅಂತ. ಸೊ ಈಗ ಇಲ್ಲಿ ಈಗ ಒಬ್ಬ ಯುವಕ ಅವರ ತಂದೆಯ ಜೊತೆ ಕೂತ್ಕೊಂಡು ಮಾತಾಡಿದ್ದಾರೆ. ಸೊ ಅವರು ಯಾವ್ದೋ ಒಂದು ಆಶ್ರಮದಲ್ಲಿ ಇದ್ರು. ಸೊ ಅವರ ಕುಟುಂಬ ಕ್ಷೇತ್ರ ಅಲ್ಲಿ ಮೇ ಬಿ ಬಲಿ ಪೂಜೆ ಏನಾದ್ರು ನಡೀತಾ ಇರ್ಬೋದು ಅಂತ ಅನ್ಸುತ್ತೆ. ಅಲ್ಲಿ ನಾನ್ ವೆಜ್ ಎಲ್ಲ ಅಂದ್ರೆ ಮೀನು ಎಲ್ಲ ತಿನ್ನುವಂತಹ ಒಂದು ಇದಿತ್ತು. ಸೊ ಹಾಗಾಗಿ ಅವರು ಸುಮಾರು 2 ವರ್ಷದಿಂದ ಪ್ರಯತ್ನ ಪಡ್ತಾ ಇದ್ರು, ಬರ್ಲಿಕ್ಕೆ ಆಗಿರ್ಲಿಲ್ಲ. ಸೊ ಈಗ ಅದನ್ನೆಲ್ಲ ಬಿಟ್ಟಿದ್ದೀನಿ, ನಾನು ತಿನ್ನೋದನ್ನೆಲ್ಲ ಬಿಟ್ಟಿದ್ದೀನಿ. ಸೊ ನನಗೆ ಪರ್ಮಿಷನ್ ಕೊಡಿ ಅಂತ ಕೇಳಿದ್ದಾರೆ. ಸೊ ಇವಾಗ ಪರ್ಮಿಷನ್ ನೀಡಲಾಗಿದೆ. അനില ചേച്ചിയുടെ അടുത്ത് നിന്ന് നമ്പർ മേടിച്ചിട്ട് അർച്ചന പകൽ എപ്പോഴെങ്കിലും ഗുരുമേനൊന്ന് വിളിക്ക്, ഗുരുമ ചില കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ശരി. ഗുരുജി ഇനി പുതിയ മെഡിറ്റേഷനിൽ ദൃശ്യ. നമസ്തേ ഗുരുജി. നമസ്തേ. ദൃശ്യക്ക് ആരാണ് കൂടെ ഉള്ളത്? ഹസ്ബൻഡ് ഉണ്ട്. ക്ലാസ് കേൾക്കാറുള്ള ആളാണോ? നമസ്തേ. ക്ലാസ് കേൾക്കാറുള്ള ആളാണോ? ഇല്ല, ആക്ച്വലി ഹസ്ബൻഡ് കേട്ടിട്ടില്ല, അങ്ങനെ ഞാനാണ് കേൾക്കാറ്. ആൾക്ക് ഇഷ്ടമാണോ ക്ലാസ്? ഞാൻ ഇങ്ങനത്തെ മറ്റേ യോഗ മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ സദ്ഗുരുവിന്റെ ടോക്സും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല. ശവക്കറി കൂട്ടുന്ന ആളല്ലല്ലോ അല്ലേ? ശവക്കറി കൂട്ടുന്ന ആളല്ലല്ലോന്ന്. നോൺ വെജ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഴിക്കും. കഴിക്കുന്ന ആളാണെന്ന്. പിന്നെ ഇനി എങ്ങനെയാ കഴിക്കണേ ഭാര്യ ഇത് ചെയ്യുമ്പോ? മെല്ലെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ വൈഫ് ഇത് ഫോളോ ചെയ്യണോണ്ട് ഞാനും വീട്ടിലിപ്പോ വെജിറ്റേറിയൻ ഫുഡാണ് കിട്ടുന്നത്. അപ്പൊ ഞാനും വീട്ടിൽ നിന്ന് വെജിറ്റേറിയൻ തന്നെ കഴിക്കാറ്. അതെ. കുട്ടികളുണ്ടോ? ഒരു മോനുണ്ട്, 6 വയസ്സുള്ള. 6 വയസ്സ്. മക്കൾക്കൊക്കെ നല്ലത് വരണം എന്നൊക്കെ ആഗ്രഹമില്ലേ? ഒരു ജീവിയെ കൊന്നിട്ട് നമ്മൾ കഴിക്കുമ്പോ എന്ത് സന്തോഷം നമുക്ക് കിട്ടണേ. അതാണ് അത് സ്റ്റോപ്പ് ചെയ്യണം. ಆಯ್ಕೋಟೆ, ನಲ್ಲದು ವರಟೆ. ಭಾರಿಗೆ ಅನುಗ್ರಹಕ್ಕೆ ಕೊಡ್ತಾರೆ. ಅನಿಲೇ ಪ್ಲೀಸ್. ಇವರಷ್ಟೇ ಪತಿ ಪತ್ನಿ ಅವರು ಅಂದ್ರೆ ಪತ್ನಿಗೆ ಪರ್ಮಿಷನ್ ಬೇಕು ಅಂತ. ಸೊ ಅವ್ರು ಆಲ್ರೆಡಿ ವೆಜಿಟೇರಿಯನ್ ಆಗಿದ್ದಾರೆ. ಆದ್ರೆ ಅವರ ಗಂಡ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ನಾನು ಎಲ್ಲೋ ಅಪರೂಪಕ್ಕೆ ನಾನು ನಾನ್ ವೆಜ್ ತಿಂತೀನಿ ಅಂತ. ಸೊ ಗುರುಗಳು ಹೇಳೋದು, ಸೊ ಅಪರೂಪಕ್ಕೂ ಕೂಡ ಮತ್ತೊಂದು ಪ್ರಾಣಿಯನ್ನ ಕೊಂದು ತಿನ್ಬೇಡಿ, ಸೊ ಆ ರೀತಿ ಮಾಡಕ್ ಹೋಗ್ಬೇಡಿ ಅಂತ. ಸೊ ಅವರು ಸರಿ, ಈಗ ಮನೆಯಲ್ಲಿ ವೆಜಿಟೇಬಲ್ ಫುಡ್ ಇವ್ರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಸೊ ಹಾಗಾಗಿ ನಾನು ಕೂಡ ಈಗ ವೆಜ್ ತಿನ್ನುವಂತಹ ಇದ್ರಲ್ಲಿ ಇದ್ದೀನಿ ಅಂತ ಅವ್ರು ಹೇಳಿದ್ದಾರೆ. ಸೊ ಹಾಗಾಗಿ ಒಂದು ಪರ್ಮಿಷನ್ ನೀಡ್ತಾ ಇದ್ದಾರೆ. ഓക്കെ, ഇനി എന്താണ് ചേച്ചി അടുത്തത്? അനില ചേച്ചി അടുത്ത ആരാ? ഗുരുജി ഇനി അനുവാദമൊക്കെ കഴിഞ്ഞ് ഇനി സംശയമാണ്. അപ്പൊ ഗുരുജി ഇന്ന് സംശയം വേണ്ട. ആത്മാനന്ദില്ലേ, അതിന്റെ അന്ന് ബാക്കി പറഞ്ഞിട്ടില്ല. അതെന്തായിരുന്നു പറഞ്ഞത്? അമൃതാനന്ദ്. അമൃതാനന്ദ് എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? അമൃതാനന്ദിന് ആത്മജ്ഞാനം, സമാധി, മഹാസമാധിയൊക്കെ അറിയണമെന്ന് പറഞ്ഞു. ആത്മാനന്ദ ക്ലാസ്സിലുണ്ടോ? അമൃതാനന്ദ ക്ലാസ്സിലുണ്ടോ?
ഇല്ല. അപ്പൊ പുള്ളി ഉള്ള ദിവസം പറഞ്ഞല്ലേ നല്ലത്. പുള്ളി ക്ലാസ്സിലില്ല. അത് മതി. പിന്നെ ലിവറിനെ പറ്റി പറയാന്നും പറഞ്ഞു, അത് ആ, ഉള്ളപ്പോ മതി അല്ലേ? ലിവർ ഇല്ല, ലിവർ ഇപ്പൊ പറഞ്ഞേക്കാം, അത് റെക്കോർഡിംഗ് കിടന്നാലും മതി. ഇനി അതല്ല മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയാം. അത് ഞാൻ ക്ലാസ്സിൽ പൊതുവായിട്ട് എല്ലാവരോടും പറയാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ക്ലാസ്സിന് എന്തോ എറർ സംഭവിച്ചേക്കണല്ലേ. 100 പേർക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. 100 ലോക്കായി കിടക്കുക. പിന്നെ സോണക്ക് എന്തോ ഒക്കെ ചോദിക്കാനുണ്ട്. സോണ ചോദിച്ചോളൂ. അത് കേറിയിട്ട് പുതിയ ആൾക്ക് എന്തോ സംസാരിച്ചോ? കുഴപ്പമില്ല. ഗുരുജി നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഞാന് ഇപ്പോ കുറച്ചു മുന്നേ മെസ്സേജ് അയച്ചിരുന്നു, ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നാട്ടിൽ വന്നിപ്പോ ചെയ്തിട്ട് ഇപ്പൊ മകനുണ്ട്. മകനും ഭയങ്കര താല്പര്യമാണ്. അവൻ എന്നെക്കാളും മുന്നേ എണീക്കും. പിന്നെ വൈഫ് കൊണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോ മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പോ 2 ദിവസം ആയിട്ടുള്ളൂ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടുന്ന് കേട്ടിട്ട് അത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് കപ്പലിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയില്ല. മെഡിറ്റേഷൻ ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് കപ്പലിൽ നിന്ന് ചെയ്യാൻ കഴിയല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാം. ഈ പറയുന്ന പറ്റുന്ന സമയത്ത് എവിടെയെങ്കിലും നിങ്ങൾ ബ്രേക്ക് കിട്ടുകയാണ്, ക്ലാസ് കേൾക്കാൻ അവസരം ഉണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുക. 41 ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഈ പറയുന്ന സിസ്റ്റം എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ബാക്കിയെല്ലാം പ്രപഞ്ചം നിങ്ങളെ രക്ഷിച്ചോളൂ. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, സൂം ക്ലാസ്സിൽ വരാൻ കഴിയില്ല. ബാക്കി നമുക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സജ്ജീകരണമൊക്കെ. പക്ഷെ അവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള അവസ്ഥ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം. കാരണം ഇതിനകത്ത് നിങ്ങൾ മെറ്റലിന്റെ മുകളിലാണ് ഇരിക്കണത്. നിങ്ങൾ കാല് വെക്കണത് ഷിപ്പിനകത്താണ്. നിങ്ങൾക്ക് ഭൂമിയുമായിട്ട് ബന്ധമില്ല, വെള്ളത്തിലാണ്. അപ്പൊ നിങ്ങളൊരു സ്റ്റഡി ലെവലിൽ ഒന്നുമല്ല. അപ്പൊ എനിക്ക് അതിനകത്തുള്ള എന്താ പറയുക, വൈബ്രേഷൻ, എനർജി ലെവലിലൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അതെന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു 15 മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കുക ഷിപ്പിന്റെ മുകളിൽ. 45 മിനിറ്റ് ഒന്നും ഇരിക്കാൻ ഞാൻ പറയില്ല, എനിക്ക് അറിയില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ആരാ നോക്കണേ? ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു 15 മിനിറ്റ് ആദ്യം ഇരുന്ന് നോക്കുക. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിനൊന്ന് 20 മിനിറ്റ് ആക്കുക. വീണ്ടും ഒരു 2 ദിവസം കഴിയുമ്പോൾ അതൊരു 25 മിനിറ്റ് ആക്കുക. അങ്ങനെ പതിയെ 30 മിനിറ്റിലെ 45 മിനിറ്റിലേക്ക് ആക്കിയാൽ മതി. 41 ദിവസം കഴിയുമ്പോൾ നിർത്തുക. വീണ്ടും അടുത്തത് അതേപോലെ തന്നെ 15 മിനിറ്റ് തുടങ്ങുക, 20 മിനിറ്റ് ആക്കുക. നമ്മൾ എല്ലാ ദിവസവും ಈ 45 ಮಿನಿಟ್ ಇರಿಕಂಡ ಕೇಟಾ. ಈಗ ಅವರು ಸಹೋದರರು ಅವ್ರು ಏನ್ ಮಾತಾಡಿದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಅವರು ಶಿಪ್ ಅಲ್ಲಿ ವರ್ಕ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಸೊ ಅವರು ಈ ಮೆಡಿಟೇಷನ್ ಮಾಡ್ಬೋದಾ ಅಂತ ಅವ್ರು ಕೇಳ್ತಾ ಇದ್ದಾರೆ. ಅಂದ್ರೆ ಅವರಿಗೆ ಝೂಮ್ ಕ್ಲಾಸ್ ಕೇಳಲಿಕ್ಕೆ ಆಗಲ್ಲ, ಸೊ ಅವರು ಶಿಪ್ ಅಲ್ಲಿ ವರ್ಕ್ ಮಾಡೋದ್ರಿಂದ. ಬಟ್ ಮೆಡಿಟೇಷನ್ ಮಾಡ್ಲಿಕ್ಕೆ ಟೈಮ್ ಸಿಗುತ್ತೆ, ಸೊ ಆಗ ಮಾಡ್ಲಾ ಅಂತ. ಸೊ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ನೀವು ಅಲ್ಲಿ ಮೆಡಿಟೇಷನ್ ಯಾವ ರೀತಿ ಮಾಡಕ್ ಆಗುತ್ತೆ ಅಂತ ನಮಗೆ ಇಲ್ಲಿಂದ ಹೇಳಕ್ ಆಗ್ತಾ ಇಲ್ಲ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ, ಸೊ ಅಲ್ಲಿ ಏನು ಶಿಪ್ ಹೋಗುವಂತದ್ದು ನೀರಿನ ಮೇಲೆ, ಸೊ ಅಲ್ಲಿ ಭೂಮಿ ಇರಲ್ಲ. ಸೊ ಹಾಗಾಗಿ ಅಲ್ಲಿನ ಏನು ಆ ಎನರ್ಜಿ ಲೆವೆಲ್ ಅಥವಾ ಯಾವ ರೀತಿ ಇರುತ್ತಂತ ಯಾವ್ದು ಒಂದು ಕರೆಕ್ಟ್ ಆದಂತ ಒಂದು ಐಡಿಯಾ ಸಿಗ್ತಾ ಇಲ್ಲ ಅಂತ. ಅದಕ್ಕೆ ಗುರುಜಿ ಏನ್ ಅವರಿಗೆ ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಫಸ್ಟ್ ನೀವು ಒಂದು 15 ನಿಮಿಷ ನೀವು ಏನು ಕೂತು ನೋಡಿ. ಸೊ ಯಾಕಂದ್ರೆ ನೀವು ಕೂರುವಂತದ್ದು ಅಲ್ಲಿ ಮೆಟಲ್ ಮೇಲೆ ಕೂರ್ತೀರಾ. ಸೊ ಹಾಗಾಗಿ ಅಲ್ಲಿ ವ್ಯತ್ಯಾಸಗಳು ಸಂಭವಿಸಬಹುದು. ಫಸ್ಟ್ ಒಂದು 15 ನಿಮಿಷ ಮಾಡಿ. ಸೊ ಏನೋ ಸಮಸ್ಯೆ ಇಲ್ಲ ಅಂತಂದ್ರೆ ನೆಕ್ಸ್ಟ್ ಮಾಡೋತ್ತಿಗೆ ಒಂದು 20 ನಿಮಿಷ ಮಾಡಿ, ಮತ್ತೆ ಮಾಡೋತ್ತಿಗೆ ಒಂದು 25 ನಿಮಿಷ ಮಾಡಿ. ಸೊ ಈ ರೀತಿ ಮಾಡಿ ಅಂತ ಹೇಳಿ ಒಂದು ಸಜೆಷನ್ ಕೊಟ್ಟಿದ್ದಾರೆ. ഓക്കെ, അടുത്താരാ? ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. അനില ചേച്ചി, ഇന്ന് ചോദ്യമൊന്നുമില്ലേ? നമസ്തേ ഗുരുജി. ഇനി നാളെ പറയാം. നാളെ ഉള്ളൂ. അനില് പറഞ്ഞോട്ടെ. ഞാൻ വണ്ടിയിലായിരിക്കോട്ടെ ഗുരുജി. അപ്പൊ ഇനി സംസാരിക്കൂല, ഞാൻ ക്ലാസ് കേൾക്കും. ആയിക്കോട്ടെ, ശരി. ಕನ್ನಡದಲ್ಲಿ ಯಾರಾದ್ರೂ ಕ್ವಶನ್ ಕೇಳಲಿಕ್ಕೆ ಇದ್ದೀರಾ? ಯಾರಾದ್ರೂ ആൾക്കാർ കുറവാണ്. ഇന്ന് നമസ്തേ ഗുരുജി. നമസ്തേ. സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടില്ല, നാളെ വാങ്ങാന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ സംസാരിക്കാൻ പറ്റുമോ ഗുരുജി? സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പെർമിഷൻ നാളെയല്ലേ. ഓക്കെ, താങ്ക് യു ഗുരുജി. ഞാൻ 1 മിനിറ്റ്, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി ഒന്ന് വെളിച്ചുള്ള സ്ഥലത്ത് നിർത്താം, അപ്പൊ പിന്നെ എന്നെയും വൈഫിനെയും
എനിക്ക് രണ്ടുപേരെയും കാണാം. ആ ആ ആ ഞങ്ങള് എന്നെ ഒരു മിനിറ്റ്. കറക്റ്റ് ആണ്. എന്റെ പേര് ഗിതിൻ, എന്റെ വൈഫിന്റെ പേര് നീനു. ഞങ്ങൾ രണ്ടുപേരും 41 ഡേയ്സിന്റെ മെഡിറ്റേഷൻ കഴിഞ്ഞു. ഇപ്പോ ഞങ്ങൾ ആക്ച്വലി ഞാൻ മുമ്പ് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. 41 മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിയിലോട്ട് ട്രാൻസ്ഫർ കിട്ടി. കറക്റ്റ് 41 ദിവസത്തെ മെഡിറ്റേഷൻ കഴിയുമ്പോഴേക്കും ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ ഇതാ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടിയിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഞങ്ങള് തിരിച്ച് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊച്ചിയിലോട്ട് ട്രാൻസ്ഫർ കിട്ടിയത് കറക്റ്റ് ടൈമാണോന്നൊന്നും അറിയില്ല. കറക്റ്റ് മെഡിറ്റേഷൻ കഴിയുന്നതും ട്രാൻസ്ഫർ കിട്ടുന്നതും എല്ലാം ഒപ്പമാണ്. അപ്പൊ വലിയ സന്തോഷമുണ്ട് മനസ്സിനും, രണ്ടുപേർക്കും, ഫാമിലിയിലും രണ്ടുപേർക്കും സമാധാനമുണ്ട്. അപ്പോ നാളെ നമ്മോടെയാണ് 15 ദിവസത്തെ ബ്രേക്കും കഴിയുന്നത്. അപ്പോ അതൊന്ന് പറയാനായിരുന്നു. 5 ദിവസം ബ്രേക്ക് കഴിയുമ്പോൾ നാളെ ക്ലാസ്സിൽ അനുവാദം ചോദിച്ചു വന്നിട്ടിരുന്നു. ഞാൻ ചോദിക്കാം. ഹലോ. അപ്പൊ ഒരു സന്തോഷം പറയാനുള്ളത് ഇതാണ്. അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് സംഭവിച്ചത് എനിക്ക് അറിയില്ല. അതായത് ഞാൻ ഓഫീസിൽ ഒറ്റ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഒരു ട്രാൻസ്ഫറിന്റെ കാര്യം. പിന്നെ കറക്റ്റ് ആയിട്ട് അടുത്ത ഫോളോ അപ്പിൽ അവര് എനിക്ക് മെയിൽ വരുന്നത് പോകാനുള്ള പെർമിഷൻ ആണ്. അപ്പോ എല്ലാം വളരെ നമ്മൾ ഒരുപാട് എഫോർട്ട് ഒന്നും എടുക്കാതെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നു. അത് വലിയ സന്തോഷമാണ്. പ്രപഞ്ചം അനുഗ്രഹിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ നിസ്വാർത്ഥമായിട്ട് നിന്നെല്ലാം പ്രപഞ്ചം ചെയ്തു. നമുക്ക് ട്രാൻസ്ഫർ പ്രപഞ്ചം ചെയ്തു തന്നെ ഒന്നും ഓർക്കണ്ട. അത് ഇവിടെ ചിലർക്ക് ഇൻകം ടാക്സ് വരെ പ്രപഞ്ചം അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ഒന്നും ഒരാൾക്കും അല്ലാതെ അടയ്ക്കാൻ പറ്റില്ല. ശരിയല്ലേ? നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യണം, എല്ലാം ചെയ്ത് ഓഡിറ്റിംഗ് കഴിഞ്ഞ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് OTP നമുക്ക് വരും. ഫോണിൽ വന്ന OTP പറഞ്ഞു കൊടുത്താലൊക്കെയാണ് നമുക്ക് ടാക്സ് ഒക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇത് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്ക് അത് അടച്ചു എന്ന് പറയാം. എന്തൊരു മാജിക്കാന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല. ಹಲೋ ಅನಿಲ್ ಅದನ್ನು ಸಂಸಾರಿಸೋಳು ಅದು കഴിഞ്ഞിട്ട്. ನೋಡಿ, ಇವಾಗ ಅವರು ಏನೋ ಕಾರಲ್ಲಿ ಯಾತ್ರೆ ಮಾಡ್ತಾ ಇದಾರೆ. ಅವ್ರು ಏನ್ ಮಾತಾಡ್ತಿದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಅವ್ರು ಬೆಂಗಳೂರಿನಲ್ಲಿ ಜಾಬ್ ಅಲ್ಲಿ ಇದ್ರು. ಸೊ ಅವರು 41 ಡೇಸ್ ಈ ಮೆಡಿಟೇಷನ್ ಮಾಡಿದಷ್ಟೇ. ಸೊ ಅವರೊಂದು ಟ್ರಾನ್ಸ್ಫರ್ ಕೇಳಿದ್ರು ಊರಿಗೆ. ಸೊ ಈಗ ನೋಡೋತ್ತಿಗೆ ಒಂದೇ ಸಮಯ ಆ ಟ್ರಾನ್ಸ್ಫರ್ ಸಿಕ್ಕಿದೆ. ಆ ಖುಷಿಯನ್ನ ಯಾವ ರೀತಿ ಹಂಚ್ಕೋಬೇಕು ಅಂತ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಸೊ ಅವರು ಅದ್ರ ಬಗ್ಗೆ ಹೇಳಿದ್ದಾರೆ. ಸೊ ಅವ್ರಿಗೆ ಈ ಮೆಡಿಟೇಷನ್ ಇಂದನೇ ಸಿಕ್ತು, ಹೇಗೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. ಎಲ್ಲ ಬ್ರಹ್ಮಾಂಡದ ಕೆಲವೊಮ್ಮೆ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ, ಈಗ ಯಾರಿಗೂ ಟ್ಯಾಕ್ಸ್ ಪೇ ಮಾಡ್ಲಿಕ್ಕೂ ಕೂಡ ಕಷ್ಟ ಇತ್ತು. ಸೊ ಅವ್ರಿಗೆಲ್ಲ ಅವ್ರು ಟ್ಯಾಕ್ಸ್ ಪೇ ಮಾಡೋತ್ತಿಗೆ ಆಟೋಮೆಟಿಕ್ ಟ್ಯಾಕ್ಸ್ ಪೇನೆ ಆಗ್ಬಿಟ್ಟಿದೆ. ಇದೆಲ್ಲ ಭಗವಂತನ ಆಟ, ಅದು ನಮಗ್ ಗೊತ್ತಿಲ್ಲ ಅಂತ ಗುರುಜಿ ಹೇಳ್ತಿದ್ದಾರೆ. ಸೊ ವನಜಾ ಅವರು ಮಾತಾಡ್ಲಿಕ್ಕೆ ನಿಂತಿದ್ರಲ್ಲ. വനജയ്ക്ക് എന്താണ്? ನಮಸ್ತೆ ಗುರುಜಿ. ನಮಸ್ತೆ ಗುರುಮ. ನನ್ಗೆ ಪರ್ಮಿಷನ್ ಬೇಕಿತ್ತು. 15 ದಿನದ ಬ್ರೇಕ್ ಆಯ್ತು, ಮುಗ್ದಿದೆ. ಪರ್ಮಿಷನ್ ಬೇಕಿತ್ತು ನೆಕ್ಸ್ಟ್ ಕಂಟಿನ್ಯೂಷನ್ ಮಾಡೋದಕ್ಕೆ. ബ്രേക്ക് പെർമിഷൻ വേണം കണ്ടിന്യൂ ചെയ്യാൻ. അതിപ്പോ എന്താ ഇങ്ങനെ ചോദിക്കണത്? പേരെഴുതി കൊടുക്കാണ്ട് എല്ലാരും വിളിച്ചതല്ലേ, അപ്പൊ എന്താ ചോദിക്കാത്ത? പേരെഴുതി ചോദിക്കാത്ത. അപ്പൊ ശരി, തുടങ്ങിക്കോളൂ. അല്ല, ഹസ്ബൻഡ് ഗുരുജി അംബികയും ഭർത്താവും അങ്ങനെയുണ്ട്. അംബികയും ഭർത്താവ് മെഡിറ്റേഷന് ബ്രേക്ക് കഴിഞ്ഞ് അനുവാദം ചോദിച്ചു. നമ്മ വിളിച്ചപ്പോ അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണ്ടായില്ല. ഇപ്പൊ 12. ഒരു മിനിറ്റ് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇതെന്താ വല്ല പറഞ്ഞേ? ವಾಶ್ರೂಮ್ ಹೋಗಿದ್ದಾರೆ. ಒಂದೇ ಒಂದ್ ನಿಮಿಷ ಬರ್ತಾರೆ. ಇಷ್ಟೊತ್ತು ಕನೆಕ್ಟ್ ಆಗಿರ್ಲಿಲ್ಲ ನನಗೆ ಮೀಟಿಂಗ್ ID. ಈ ಕನೆಕ್ಟ್ ಆಯ್ತು, ಸೊ ಲೇಟ್ ಆಯ್ತು ಗುರುಜಿ, ಅದಕ್ಕೆ ಕ್ಷಮಿಸಿ. വാഷ്റൂം പോയിട്ടുണ്ട്. ನಮಸ್ತೆ ಗುರುಜಿ. നമസ്തേ. ഹസ്ബൻഡ് എന്തിനാ? ഗുരുജി, നമ്മള് പുള്ളിക്കാരനടുത്ത് മൊട്ട അടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗുരുജി. ആ പുള്ളിക്കൊന്നും പറ്റിയിട്ടില്ല. ಇಲ್ಲ ಗುರುಜಿ, ಅದು ನಮ್ ಕಡೆಯಿಂದ ಈ ಯಾವ್ದೋ ಸಾವುಗಳಾಗ್ತಾನೆ ಇದೆ, ಹಂಗಾಗಿ ಮಾಡ್ಸಿಲ್ಲ ಗುರುಜಿ. ಮಾಡಿಸ್ಬೇಕು. കുറെ മരണമൊക്കെ സംഭവിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തില്. അത് കാരണം മൊട്ട അടിക്കാൻ പറ്റില്ല. ರಿಲೇಟಿವ್ ಅಲ್ಲಿ ಗುರುಜಿ ಆತರ ಆಗ್ತಾನೆ ಇದೆ, ಹಂಗಾಗಿ നമ്മുടെ തലയൊന്ന് മൊട്ടയടിക്കാൻ പറഞ്ഞിട്ട് അതിന് അസൗകര്യം പറഞ്ഞുകൊണ്ട് നടക്കുക. ഒരു ജീവിയെ കൊന്നു തിന്നാൻ ഇവിടെ വല്ല വിഷമമുണ്ടോ നോക്കിയ മനുഷ്യന്. ನೋಡಿ, ಮನುಷ್ಯನಿಗೆ ಪ್ರಾಣಿಗಳನ್ನ ಸಾಯಿಸೋದಕ್ಕೆ ಎಷ್ಟು ದುಃಖ ಇಲ್ಲ, ನಿಮಗೆ ಒಂದು ತಲೆ ಬೋಳ್ಸೋದಕ್ಕೆ ಅಷ್ಟು ದುಃಖ ಪಡ್ತಾ ಇದ್ದೀರಾ. ನಮ್ಗೆ ಸೂತ್ಕ ಬರುತ್ತೆ ಗುರುಜಿ. അല്ല, ഇത് വളർന്നു വരുന്ന രോമമാണ്. അതിനൊന്ന് വടിച്ചു കളയാൻ പറഞ്ഞു കഴിയുമ്പോ അതിന് കുടുംബത്തിൽ മരണം നടന്നു, കല്യാണമാണ്, ചാത്തമാണ്, വേറെ എന്തെങ്കിലുമാണ്. അപ്പൊ നമ്മളുടെ ഈ രോമത്തിൽ പോലും ഇത്രയും പ്രാധാന്യം കൊടുത്തേക്കാണ്. ഒരു ജീവിക്ക് അതിന്റെ ജീവന് യാതൊരു പ്രാധാന്യം ഇല്ലേ. ഈ വ്യത്യാസം നിങ്ങൾക്ക് എന്ന് മനസ്സിലാവണോ അന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ മാറ്റവും വരും.
എത്ര പ്രാവശ്യമായിട്ട് പറയാ ആ മാറ്റം അവിടെ വരുത്താൻ നിങ്ങൾ തയ്യാറില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഗുരുജി 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 എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ನೀವು ಯಾವಾಗಲೂ ಸಮಸ್ಯೆಗಳನ್ನ ಹೇಳ್ತಾ ಇರ್ತೀರಾ. ಗುರುಜಿ ಏನೋ ಒಂದು ಹೇಳಿದಾರೆ, ಸೊ ಅದನ್ನ ನೀವು ಇದುವರೆಗೂ ಫಾಲೋ ಮಾಡಿಲ್ಲ, ಮಾಡ್ತಾ ಇಲ್ಲ. ಸೊ ಮತ್ತೆ ನೀವು ಏನು ಸಮಸ್ಯೆಗಳಿಗೆ ಬರ್ತಾ ಇದ್ದೀರಿ. ಯಾವಾಗ ನೀವು ಗುರುಗಳು ಹೇಳಿದ್ದನ್ನ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ನೀವು ಫಾಲೋ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತೀರಾ, ಸೊ ಅವಾಗ ಆ ಕುಟುಂಬಕ್ಕೆ ಐಶ್ವರ್ಯ ಬರುತ್ತೆ ಅಂತ ಹೇಳಿದ್ದಾರೆ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചത് ഇത് ഇന്നിപ്പോ സാറാമ്മയ്ക്ക് വേണ്ടി സംസാരിച്ച പോലെ, ഒരു റോസമ്മയ്ക്ക് വേണ്ടി സംസാരിച്ച പോലെ വലിയൊരു നീണ്ട സമയമെടുത്ത് നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം സംസാരിച്ചായിരുന്നു. ಸೊ ನಿಮಗೆ ತುಂಬಾ ಲಾಂಗ್ ಟೈಮ್ ತಗೊಂಡು ಈ ತರಗತಿಯಲ್ಲಿ ನಿಮಗೆ ಅನೇಕ ಬಾರಿ ನಾನು ಮಾತಾಡಿದ್ದೆ. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ല. രോമം ഒന്ന് പഠിച്ചു കളയാൻ പറഞ്ഞിട്ട് അതിന് പോലും പറ്റൂല. ಸೊ ಆ ರೋಮ ಒಂದ್ಸಲಿ ಶೇವ್ ಮಾಡ್ಬಿಡಿ ಅಂತ ತಲೆಯಲ್ಲಿ ಇರುವಂತದ್ದು, ಸೊ ಅದನ್ನೇ ಕೂದಲು ಅಂತ ಹೇಳುವಂತದ್ದು. ಸೊ ಅದು ಕೂಡ പിന്നെ ನಿಮಗೆ ಆಗ್ತಾ ಇಲ್ಲ. ഈ ഒരു ഗുണമില്ലാണ്ട് നിങ്ങളെ കുറച്ച് ഊച്ചാന്താടി ഉണ്ട്, അത് പഠിച്ചു കളയാൻ പറഞ്ഞാൽ അതും കേൾക്കൂല. So ಕೆಲವರು ಏನೋ ಸ್ವಲ್ಪ ಗಡ್ಡ ಇದೆ, ಅದನ್ನಾದ್ರೂ ಶೇವ್ ಮಾಡಿತಾ ಇದ್ದಾರೆ, ಅದು ಮಾಡೋಣ. എന്ത് കാരണ പറയണത്? ഒരു കാരണം പറയാനില്ല, ചുമ്മാ അലസതയാണ്, വേറെ ഒന്നുമില്ല. ಸೊ ನಿಮ್ಮ ನಿರ್ಲಕ್ಷ್ಯನೇ ಅದಕ್ಕೆ ಕಾರಣ, ಅಲ್ಲದೆ ಬೇರೆ ಏನೋ ರೀಸನ್ ಇಲ್ಲ ಅಂತ ಹೇಳ್ತೀರಾ. നിങ്ങൾ ആരെയും അനുസരിക്കുന്ന ആളല്ല. ಸೊ ನೀವು ಯಾರನ್ನೂ ಅನುಸರಿಸ್ತಾ ಇಲ್ಲ. ഇതാണ് അതിന്റെ സത്യം. ಸೊ ಇದೇ ಅದರ ಸತ್ಯ. പ്രത്യക്ഷത്തിൽ പ്രകടമാവുക. ಸೊ ಅದೀಗ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಕಾಣ್ತಾ ಇದೀವಿ. ഞാൻ എന്തിനാ പിന്നെ പെർമിഷൻ തന്നെ? മോനെ പോയി കണ്ടോ? ಸೊ ಮಗನನ್ನ ಹೋಗಿ ಮೀಟ್ ಮಾಡಿದ್ರ ಅಂತ. ಇಲ್ಲ ಗುರುಜಿ, ಅವರು ಬಿಡೋದಿಲ್ಲ ಈಗ ಹೋದ್ರು. ಈಗ വിടോദില്ല, വേണ്ട, വിടോദ വേണ്ട. നിങ്ങൾ മക്കളെ കൊണ്ടുപോയി അങ്ങനെ ഇതൊക്കെ തന്നെ, നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാ വേണ്ടത്. ಅದಕ್ಕೆ ಇಲ್ಲ ಗುರುಜಿ, ಈ ಸಲಿ ಒಂದು ಇದ್ ಮಾಡ್ಬಿಟ್ಟು ನೆಕ್ಸ್ಟ್ ಇಯರ್ ಇಲ್ಲಿ ಹಾಕೋತೀನಿ ಗುರುಜಿ. ಈಗ ಮತ್ತೆ ನನ್ಗೆ ಅವನ್ಗೆ 8th ಸ್ಟ್ಯಾಂಡರ್ಡ್ ಅಲ್ವಾ, ಮತ್ತೆ ಕ್ಲಾಸಿಗೆ ಚೇಂಜ್ ಮಾಡಿದ್ರೆ ಇಲ್ಲೆಲ್ಲೂ ಸ್ಕೂಲಿಗೆ ಸೇರಿಸ್ಕೊಳ್ಳೋದಿಲ್ಲ. ಅದಕ್ಕೋಸ್ಕರ ಇದೊಂದ್ ವರ್ಷ ವೇಟ್ ಮಾಡ್ತಾ ಇದೀನಿ ಗುರುಜಿ. നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് എന്തിനാ അത് കൊച്ചിനെ അവിടെ സ്കൂളിൽ വിടുന്നത്? ಸೊ ನಿಮ್ಮ ಮಗನನ್ನ ನಿಮಗೆ ಕಾಣಕ್ಕೆ ಅವ್ರು ಬಿಡಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ, ನಿಮಗೆ ಬೇಕಾದಾಗ ಕಾಣಕ್ಕೆ ಬಿಡಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಮತ್ತೆ ಯಾಕೆ ಆ ಸ್ಕೂಲ್ ಬಿಡ್ತೀರಾ? ಅವರು ಅದೇ 2 ತಿಂಗಳು ಒಂದ್ಸತಿ ಮನೆ ಕಳ್ಸೋದ್ರಿಂದ ಅವರು ಪದೇ ಪದೇ ನೋಡ್ಲಿಕ್ ಬಿಡೋದಿಲ್ಲ. 1 കോടി രൂപയല്ലേ കടം ഉണ്ടെന്ന് പറഞ്ഞത്? ಸೊ 1 ಕೋಟಿ ಏನೋ ಸಾಲ ಇದೆ ಅಂತ ಏನೋ ಹೇಳ್ತಾ ಇದ್ರಲ್ಲ ಅಂತ. ಹೌದು ಗುರುಜಿ. അതല്ലേ നിങ്ങൾക്ക് മാറണം എന്ന് ആഗ്രഹം? ಸೊ ಅದು ಬದಲಾಗಬೇಕು ಅಂತ ಹೇಳಿ ತಾನೇ ನೀವು ಇಷ್ಟಪಡುವಂತದ್ದು. നിങ്ങൾ ആര് പറഞ്ഞാലാ കേൾക്കണത്? ഒരു ഗുരു ഇരുന്നിട്ട് പറഞ്ഞു തരികയാണ് ഇന്നത് ഇന്നത് ചെയ്യുന്നു. ഒരക്ഷരം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണ ആൾക്കാരല്ല. ಒಬ್ಬ ಗುರು ಇಷ್ಟೊತ್ತು ಕೂತ್ಕೊಂಡು ಹೇಳಿ ಒಂದು ಅಕ್ಷರನೂ ನೀವು ಫಾಲೋ ಮಾಡಿಲ್ಲ. നിങ്ങളുടെ മുന്നിൽ സാക്ഷാൽ ദൈവം വന്നിരുന്ന് പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല. ಇನ್ನು ದೇವರೇ ಬಂದು ನಿಮ್ ಮುಂದೆ ಹೇಳಿದ್ರು ನೀವು ಕೇಳಲ್ಲ. നിങ്ങൾക്ക് എങ്ങനെ മാറ്റം ഉണ്ടാവും? നിങ്ങൾക്ക് ಹೆಂಗೆ ಬದಲಾವಣೆ ಆಗುತ್ತೆ? ഒരേക്കാളും പ്രാധാന്യം നിങ്ങളുടെ താടിയും മുടിയാണ്. ನಿಮಗೆ ನಿಮ್ಮ ಮಗನಿಗಿಂತ ಏನು ಪ್ರಾಧಾನ್ಯತೆ ನಿಮ್ಮ ಏನು ಗಡ್ಡ ಕೂದಲಿಗೆ ಕೊಡ್ತಾ ಇದ್ದೀರಾ? നിങ്ങളുടെ മകനേക്കാളും പ്രാധാന്യം നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ്? ನಿಮ್ಮ ಮಗನಿಗಿಂತ ಬೇರೆ ಏನೋ ನೀವು ಪ್ರಾಧಾನ್ಯತೆ ಕೊಡ್ತಾ ಇದ್ರೆ ಬೇರೆ എല്ലാ വശവും പറഞ്ഞ് മനസ്സിലാക്കി തന്നു, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ശരിയല്ലേ? ಗುರುಜಿ, ಈಗ ನಾನ್ ಕಂಟಿನ್ಯೂಷನ್ ಮಾಡ್ಬೋದಾ? ಗುರುಜಿ ವಾಟ್ಸಪ್ കുറെ കാറ് എല്ലാം ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരുന്നു. അതെന്താ മനസ്സിലായില്ല ഗുരുജി? ഞാൻ പറഞ്ഞത്, ആ മകനായിരിക്കും നിങ്ങൾ ചിലപ്പോ ഭാഗ്യം. നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്ക്. ആ മകനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. ನೋಡಿ ನೀವೇ ತಿಳಿದು ನೋಡಿ, ಆ ಮಗನಿಂದ ನಿಮಗೆ ಭಾಗ್ಯ ಬರುವಂತದ್ದು ಇತ್ತು. ಸೊ ನೀವು ಆ ಮಗನನ್ನೇ ದೂರ ಇಟ್ಟಿದ್ದೀರಾ. ಸೊ ಹಾಗಾಗಿ ಆ ಭಾಗ್ಯ ಹೋಗಿರ್ಬೋದು ಅಂತ. എനിക്ക് വളരെ അടുത്തറിയാവുന്ന കേരളത്തിലൊരു ഫാമിലി ഉണ്ട്. ഒന്നുമില്ലാതെ ഓട്ടക്കാലണയായിട്ട് നടന്നായിരുന്നു. 5 പൈസ കയ്യിലില്ലാതെ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് നടന്നിരുന്ന ഒരു ഫാമിലിയാണ്. ಕೇರಳದಲ್ಲಿ ಇವರು ಗುರುಗಳಿಗೆ ಗೊತ್ತಿರುವಂತಹ ಒಂದು ಫ್ಯಾಮಿಲಿ ಇತ್ತು. ಸೊ 5 ಪೈಸೆ ಕೂಡ ಏನು ಗತಿ ಇಲ್ಲ ಅಂತ ನಾವ್ ಹೇಳ್ತೀವಲ್ಲ, ಸೊ ಆ ರೀತಿ ಅಷ್ಟೊಂದು ಕಷ್ಟದಿಂದ ಇದ್ದಂತಹ ಒಂದು ಫ್ಯಾಮಿಲಿ ಇತ್ತು. അതിനൊരു മകൻ പിറന്ന ശേഷം ആ വീട്ടിൽ ആ മകൻ 5 വയസ്സായതിനു ശേഷമാണ് ആ വീട്ടിൽ ഐശ്വര്യം വന്നത്. ಅಲ್ಲಿ ಅವ್ರಿಗೊಂದು ಮಗ ಹುಟ್ಟದ. ಸೊ ಆ ಮಗನಿಗೆ 5 ವಯಸ್ಸು ಆದಂಗೆ ಆ ಮನೆಗೆ ಐಶ್ವರ್ಯ ಬಂತು. ആ മകൻ പിറന്നതേ സ്വർണ്ണ തളികയും കൊണ്ടാണ്. ಆ ಮಗ ಹುಟ್ಟಿದ್ದೇ ಚಿನ್ನದ ಇದರಲ್ಲಿ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. അവൻ ഉണ്ടാക്കിയതും അവൻ കൊണ്ടുപോയി എന്ന് മാത്രം. ಆತ ಮಾಡಿದ್ದು ಆತ ತಗೊಂಡೋದ ಕೊನೆಗೆ. കുറെ കാലം അവൻ മകന്റെ തലയിൽ എടുത്തുകൊണ്ട് ആ കുടുംബം മുഴുവൻ സന്തോഷമായിട്ട് ജീവിച്ചു.
So, ಆ ಮಗನ ಹಣೆ ಬರಹದಿಂದಾಗಿ ತುಂಬಾ ವರ್ಷ ಏನು ಆ ಕುಟುಂಬ ತುಂಬಾ ಸಂತೋಷದಲ್ಲಿದ್ರು. പ്രായമായി വന്നപ്പോ ആ മകൻ തന്നെ അച്ഛനെയും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ചു പോയി, ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുപോയി. അച്ഛനും അമ്മയും ഒക്കെ വഴി ആധാരം. ಸೊ ಏಜ್ ಆಗ್ತಾ ಬಂದಂಗೆ ಏನು ತಂದೆ ತಾಯಿಯನ್ನ ದೂರ ಮಾಡ್ದ. ಸೊ ಸಂಪಾದನೆ ಮಾಡಿದೆಲ್ಲ ಅವನ್ ತಗೊಂಡ್ ಹೋಗ್ಬಿಟ್ಟ. അപ്പൊ ಅಪ್ಪ ಅಮ್ಮ ದಾರಿ ಬರ್ಬೇಕಾಯ್ತು. ആരുടെ തലയിലെഴുത്തുകൊണ്ട് ആ വീട്ടില് ധനം വന്നത്? ಸೊ ಯಾರ ಹಣೆ ಬರಹದಿಂದ ಅಲ್ಲಿ ಮನೆಗೆ ಧನ ಅದು അവിടെ ആ ಐಶ್ವರ್ಯ. മകന്റെ ഭാഗ്യമാണ് അവിടെ മുഴുവൻ നടന്നത്. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ചിലപ്പോൾ ഭാഗ്യം നിങ്ങളുടെ മകനായിരിക്കും. ആ മകനെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുവന്നിട്ടേക്കാണ്. അതിന് നിങ്ങൾ തിരിഞ്ഞു നോക്കണല്ല. എന്തേലും കാരണമൊക്കെ പറഞ്ഞേക്കാണ്. എന്നിട്ട് ആ കൊച്ചിനൊന്ന് പോയി കാണാനോ അതിനൊന്ന് വിളിച്ചുകൊണ്ടിരാനോ തലയിലെ മുടി വടിച്ചു കളയാനോ എന്ത് പറഞ്ഞാലും 5 പൈസ ചെലവുള്ള കാര്യമില്ല. നമ്മളെ സമർപ്പിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിന് പോലും പറ്റണില്ല. ನೋಡಿ ಗುರುಗಳು ಇದುವರೆಗೆ ಏನ್ ಹೇಳಿದ್ರು ನೀವು ಅದನ್ನ ಅನುಸರಿಸೇ ಇಲ್ಲ. ನಿಮ್ಮ ತಲೆಯ ಕೂದಲನ್ನ ಏನು ಶೇವ್ ಮಾಡಿ ಇದ್ ಮಾಡ್ಲಿಕ್ಕೆ ನಿಮ್ಗೆ ಏನೋ ಅದನ್ನ ದೊಡ್ಡ ಖರ್ಚೇನಿಲ್ಲ. ಸೊ ಆದ್ರೂ ಕೂಡ ನೀವು ಮಾಡ್ತಾ ಇಲ್ಲ. ಸೊ ನಿಮ್ಮ ಮಗನನ್ನ ಕರ್ಕೊಬನ್ನಿ ಅಂತ ಹೇಳಿದ್ರು ನೀವು ಕರ್ಕೊಬಂದಿಲ್ಲ, ಅವರನ್ನ ದೂರನೇ ಇಟ್ಟಿದ್ದೀರಾ. ಒಂದು ವೇಳೆ ಅವನಿಂದಲೇ ನಿಮ್ಮ ಐಶ್ವರ್ಯ ಬರೋದಿತ್ತು, ನಿಮ್ಗೆ ಇಂಪ್ರೂವ್ಮೆಂಟ್ ಕಾಣ್ತಾ ಇತ್ತು. ಬಟ್ ಈಗ അത് ಯಾವ್ದು ಇಲ್ಲ. ഗുരുജി ഇനി ഇവർക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. കുറെ അല്ല, നമ്മൾ അത് തന്നെ ഇവർക്കായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അടുത്ത ആൾക്ക് പോകാം. അങ്ങനെ തന്നെ പറഞ്ഞേക്ക്. ഇനി ഇവരായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് വിട്ടു കളഞ്ഞേക്ക് പറഞ്ഞു. ಅದು പറഞ്ഞിട്ട് നിർത്തി. ನೋಡಿ ನಿಮಗೆ ಇನ್ನು ಜಾಸ್ತಿ ಮಾತಾಡಿ ಪ್ರಯೋಜನ ಇಲ್ಲ. ಯಾಕಂದ್ರೆ ಗುರುಗಳು ಎಷ್ಟೋ ಸಮಯವನ್ನ ತಗೊಂಡು ನಿಮ್ಗೋಸ್ಕರ ಮೇ ಬಿ 1.25 ಕ್ಲಾಸ್ ಅನ್ನೇ ನಿಮಗೆ ಲಾಸ್ಟ್ ಟೈಮ್ ಮಾತಾಡಿದ್ರು. ಸೊ ಹಾಗಾಗಿ ಇನ್ಮೇಲೆ ನಿಮಗೆ ಹೇಳಿ ಪ್ರಯೋಜನ ಇಲ್ಲ. ಇದೆಲ್ಲ ಬದಲಾವಣೆ ಆದ್ಮೇಲೆ ನೀವು ನಂತರ ಇನ್ನು ಕ್ವಶನ್ ಕೇಳೋದಾದ್ರು, ಕ್ಲಾಸಿಗೆ ಬರೋದಾದ್ರು, ಮಾತಾಡೋದಾದ್ರು ನೀವು ಮಾಡಿ. ಸೊ ಮುಂದಿನ ಯಾರಾದ್ರೂ ಇದ್ರೆ ಕ್ವಶನ್ ಕೇಳ್ಬೋದು. നിങ്ങൾക്ക് വളരെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയത്, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ വാല്യൂ മനസ്സിലാവണില്ല. ತುಂಬಾ ಒಳ್ಳೆ ಅನುಭವಗಳೆಲ್ಲ ನಿಮಗೆ ಸಿಕ್ಕಿಯೂ ಕೂಡ ಇದರ ವ್ಯಾಲ್ಯೂ ಗೊತ್ತಾಗ್ಲಿಲ್ಲ. 1.5 കോടി രൂപയുടെ ചെക്ക് ഒന്നും എടുത്തു തരാൻ എനിക്ക് പറ്റൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കണം. ಸೊ ನಿಮಗೆ 1.5 ಕೋಟಿದು ಚೆಕ್ ನನ್ನ ಹತ್ರ ಕೊಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. ಸೊ ನೀವು ಬ್ರಹ್ಮಾಂಡದ ಅನುಗ್ರಹ ತಗೊಂಡು ನೀವು ಮಾಡ್ಕೊಳ್ಳಿ. അടുത്ത ആരാ? ನೆಕ್ಸ್ಟ್ ಯಾರಿದ್ದೀರಾ? ಯಾರಾದ್ರೂ ಮಾತಾಡ್ಲಿದ್ದೀರಾ? ವೀರಭದ್ರಯ್ಯ ಇದ್ದೀರಾ? ವೀರಭದ್ರಯ್ಯ ಇಲ್ಲ, ಕ್ಲಾಸ್ ಇಲ್ಲ ಅಂತ. വേറെ ആരാ ഉള്ളെ? ഇനി ഒരു 15 മിനിറ്റിന്റെ ഏതെങ്കിലും വിഷയത്തിന്റെ സംശയം ചോദിച്ചാൽ അതോടെ പറഞ്ഞു നമുക്ക് നിർത്തിയേക്കാം. ಹಲೋ ಗುರುಜಿ ವೀರಭದ್ರಯ್ಯ ಅವರ ನಾನು ಹಲೋ ಹೇಳಿ ಹೇಳಿ ಹೇಳಿ. ನಮಸ್ತೆ ಪರ್ಮಿಷನ್ ಗುರೂಜಿ. ಕೇಳಿದ್ರಲ್ಲ? ಹೌದು ಬೇಕಾಗಿದೆ 25 ದಿವಸ. ಓಕೆ, ಬ್ರೇಕ್ ಕಳೆದಿದೆ. ಬೇಕಾಗಿದೆ 15 ದಿನದ ಬ್ರೇಕ್ ಕಳೆದು ಈಗ ಮತ್ತೆ ಸ್ಟಾರ್ಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಪರ್ಮಿಷನ್ ಹೇಗೆ? ಮತ್ತೆ ಸ್ಟಾರ್ಟ್ ಮಾಡ್ಬೇಕು. ബ്രേക്ക് കഴിഞ്ഞിട്ട് പെർമിഷൻ വേണം. പുള്ളിക്കാർ കുറെ ദിവസം നമ്മൾ വിളിക്കുന്നത് കണക്ട് ആവുന്നില്ല. ആയിക്കോട്ടെ. കുടുംബത്തിൽ നിന്ന് ആരാ ഉള്ളതെന്ന് ചോദിച്ചാ പുള്ളിയുടെ ಯಾರಿದ್ದಾರೆ ಕುಟುಂಬದಲ್ಲಿ ಈಗ ಮೆಡಿಟೇಷನ್ ಮತ್ತೆ ಮಾಡುವವರು ನಿಮ್ ಜೊತೆ? ಹೆಣ್ಮಕ್ಳು ಇದ್ದಾರೆ. ಮಗಳ ಮಿಸ್ಸಸ್ ವೈಫ್? ಓಕೆ ഓക്കെ. അവര് ಅವರು മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണോന്ന് ചോദിച്ചേ. ಅವರು ಮೆಡಿಟೇಷನ್ ಮಾಡ್ತಾ ಇದ್ದಾರಾ ಹೇಗೆ? ಅವರು ಆಮೇಲೆ ಬರ್ತಾರೆ. ಕ್ಲಾಸಿಗೆ ಬಂದಿರಲ್ಲಿ ಆಶ್ರಮಕ್ಕೆ ಬಂದಿದ್ರು ಅವರು. ಅವರಿಗೆ ಪರ್ಮಿಷನ್ ಬೇಕು. ആശ്രമಕ್ಕೆ ಬರ್ತಾರಾ? ആശ്രമಕ್ಕೆ ಬರ್ತಾರೆ. അടുത്ത ആശ്രമത്തിലേക്ക് വന്നിട്ട് ചെയ്യാനാണ് പ്ലാൻ. എന്ന് വരാനാ? ಸೊ ಯಾವಾಗ ಬರ್ತಾ ಇದ್ದೀರಿ? ಅದ ದಸರಾ ಮಾಡಿ ಬರ್ಬೇಕು. ദസറ ಕಳೆದ ಇನ್ನು ಎಷ್ಟು ದಿನ ಕಳೆದು? ಇನ್ನೊಂದು ದಿವಸ. പുള്ളിക്കാരൻ ഇപ്പൊ തുടങ്ങിയിട്ട് പുള്ളിക്കാരത്തി പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് പിന്നെ ആശ്രമത്തിലേക്ക് വന്നിട്ട് കണ്ടിന്യൂ ആക്കാനാണ് പ്ലാൻ. നിങ്ങൾ ഒരുമിച്ച് തുടങ്ങാനല്ലേ നല്ലത്. ഒരു പ്രാവശ്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് അതിന്റെ സുഖമൊക്കെ അനുഭവിച്ചതല്ലേ. ನೋಡಿ, ಒಂದ್ಸಲ ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡಿ ಅದರ ಸುಖ ಏನು ಅಂತ ನಿಮಗೆ ಗೊತ್ತಾಗಿದೆ. ಸೊ ನೀವು ಇಬ್ರು ಒಟ್ಟಿಗೆ ಸ್ಟಾರ್ಟ್ ಮಾಡೋದು ಒಳ್ಳೇದಲ್ವಾ ಅಂತ. ഇനി എന്നിട്ട് ഞാൻ മാത്രം ശാപ്പാട് കഴിക്കാം, അവരിപ്പോ കഴിക്കണ്ടെന്ന് പറഞ്ഞത് നമ്മളൊരു സ്വാർത്ഥതയല്ലേ. ನಾನ್ ಮಾತ್ರ ಊಟ ಮಾಡ್ತೀನಿ, ಅವ್ರು ಇವಾಗ ಮಾಡೋದ್ ಬೇಡ ಆಮೇಲೆ ಮಾಡ್ಲಿ ಅಂತ ಹೇಳೋದು ಅದು ಸ್ವಾರ್ಥತೆ ಅಲ್ವಾ ಅಂತ. ആ സന്തോഷവും സുഖമൊക്കെ അവരും അറിയണ്ടേ. അപ്പൊ നിങ്ങൾ ഇനി ഒരുമിച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ಸೊ ನಿಮಗೆ ಸಿಕ್ಕಿರುವಂತಹ ಸಂತೋಷ ಸುಖ ಸೊ ಅದು ಅವ್ರಿಗೂ ಗೊತ್ತಾಗ್ಬೇಕಲ್ಲ. ಇನ್ಮೇಲೆ ಇಬ್ರು ಒಟ್ಟಿಗೆ ಸ್ಟಾರ್ಟ್ ಮಾಡ್ಬೇಕಲ್ವಾ. ഇവിടെ നമ്മുടെ ത്യാഗം പ്രപഞ്ചം അറിയുമ്പോൾ നമുക്ക് അനുഗ്രഹം കൂടുകയുള്ളൂ. ಸೊ ಇಲ್ಲಿ ನಮ್ಮ ತ್ಯಾಗ ಬ್ರಹ್ಮಾಂಡಕ್ಕೆ ಗೊತ್ತಾದಾಗ ನಮಗೆ ಅನುಗ್ರಹ ಜಾಸ್ತಿ ಸಿಗುತ್ತೆ.
ഇവിടെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാ, ചിലർ നടക്കാൻ നല്ല സ്പീഡായിരിക്കും, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടക്കും. കുറച്ചു നേരം നടന്നു കഴിയുമ്പോൾ ഭർത്താവ് നിൽക്കും ഭാര്യ വരാൻ വേണ്ടിയിട്ട്. അതൊരു ഉത്തമ ഭർത്താവിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒപ്പം കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോവുക. ಅದಾണ് ഒരു ಭರ್ತಾವಿന്റെ ಡ್ಯೂಟಿ. ನೋಡಿ, ಗಂಡ ಅಂದ್ರೆ ಪತ್ನಿಯನ್ನು ಕೂಡ ಜೊತೆಗೆ ಕೈ ಹಿಡ್ಕೊಂಡು ನಡೆಸ್ಬೇಕು. ಇವಾಗ ನೀವು ಎಲ್ಲೋ ಸ್ಪೀಡ್ ಅಲ್ಲಿ ನಡೀತಾ ಇರ್ತೀರಾ, ನಿಮ್ಮ ಪತ್ನಿ ಹಿಂದೆ ಆಗ್ಬಿಟ್ಲು ಅಂತ ಹೇಳೋದಕ್ಕೆ ನೀವು ಅಲ್ಲಿ ನಿಂತು ವೇಟ್ ಮಾಡಿ ಅವ್ರ ಜೊತೆಗೆ ಬಂದು ಅವ್ರನ್ನ ಕೈ ಹಿಡಿದು ಕರ್ಕೊಂಡು ಹೋಗುತ್ತೆ. ಸೊ ಅದೇ ರೀತಿ ಇದು ಕೂಡ ಜೊತೆಗೆ ಮಾಡಿ ಅಂತ ಹೇಳ್ತಾರೆ. നിങ്ങളുടെ സ്വന്തം മകളാണെങ്കിൽ നിങ്ങൾ മുന്നേ നടത്തൂലേ? ಸೊ ನಿಮ್ಮ ಸ್ವಂತ ಮಗಳಾದ್ರೆ ಅವ್ರನ್ನ ಮುಂದೆ ನಡೆಸ್ತಾ ಇರಲ್ವಾ? നടത്തോ ഇല്ലയോ? ಹೌದಾ? ആ, നടത്തും. അപ്പൊ നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ മകളായിരുന്നു, അതിനെ നിങ്ങൾ ഒപ്പം ചേർത്ത് പിടിച്ച് കൊണ്ടു നടത്തണം. അതിന് ನಿಮ್ಮ ಪತ್ನಿ ಅನ್ನುವಂಥದ್ದು ಬೇರೆಯವರ ಮಗಳಾಗಿದ್ದಿಲ್ಲಲ್ವಾ? ಸೊ ಅವಾಗ ಅವ್ರನ್ನ ಜೊತೆ ಕರ್ಕೊಂಡು ಹೋಗ್ಬೇಕಲ್ವಾ? നിങ്ങൾ നിങ്ങളുടെ മകളെ ബഹുമാനിക്കുന്ന പോലെ തന്നെ, സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റൊരാളുടെ മകളെ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങളും അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ಸೊ ನೀವು ನಿಮ್ಮ ಮಗಳನ್ನ ಎಷ್ಟು ಪ್ರೀತಿಯಿಂದ ಕಾಣ್ತೀರಾ, ಸೊ ಅದೇ ರೀತಿ ಈಗ ಮತ್ತೊಬ್ಬರ ಮಗಳಲ್ವಾ ಅವರು, ಸೊ ಅದೇ ತರ ಅವ್ರನ್ನು ಪ್ರೀತಿಯಿಂದ ಕಾಣ್ಬೇಕು ಅಂತ. എന്റെ മോള് അവരുടെ മോള് എന്റെ വേലക്കാരിയാന്ന് പറഞ്ഞാൽ ശരിയാകും. ನನ್ನ ಮಗಳು ನನ್ನ ಮಗಳೇ, ಬೇರೊಬ್ಬರ ಮಗಳು ಅದು ನನ್ನ ಮನೆ ಕೆಲಸದವಳು ಅಂತ ಹೇಳಿದ್ರೆ ಹೆಂಗಿರುತ್ತೆ? നിങ്ങൾ ഒരുമിച്ചല്ലേ തുടങ്ങണ്ടേ? ഞാൻ പെർമിഷൻ തന്നെ തന്നേക്കാം, പക്ഷെ ഗുണം കൂടുതൽ കിട്ടുന്നത് മൂത്ത് പഴുക്കുമ്പോഴാണ്, വെയിറ്റ് ചെയ്യുമ്പോഴാണ്. ನೋಡಿ, ನಿಮಗೆ ಈಗ ಪರ್ಮಿಷನ್ ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಕೊಡ್ತೀನಿ, ಇಲ್ಲ ನೀವು ಒಟ್ಟಿಗೆ ಮಾಡ್ತೀರಾ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಒಳ್ಳೇದು. ಸೊ ಉಪಯೋಗ ಜಾಸ್ತಿ ಆಗುತ್ತೆ ಅಂತ. ಅನ್ನ ಆದ್ರೆ ಟೇಸ್ಟ್ ಜಾಸ್ತಿ ಅಂತ. ಓಕೆ ಓಕೆ ಸರ್, ಇದು ಅವಾಗೇ ಬರ್ತದೆ ಸರ್. ಅವಾಗ ಬೆಡ್ ಸಿಗಲಿಲ್ಲ, ಅರ್ಚನಾ ಮೇಡಮ್ ಬೆಡ್ ಇಲ್ಲ ಅಂತಂದ್ರೆ. ಸೊ ಇವಾಗ ಇದೆ, ತೊಂದರೆ ಇಲ್ಲ. ಅರ್ಚನಾ ಅವ್ರಿಗೆ അല്ല, ലാസ്റ്റ് ടൈം വരുമ്പോ എന്തോ ബെഡ് ഉണ്ടായിട്ടില്ല, എന്താ റൂം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പൊ തിരക്ക് കുറവാ. ನೋಡಿ, ಇವಾಗ ಏನು ರಶ್ ಏನಿಲ್ಲ. ನೀವು ಅದು ಅರ್ಚನಾ ಅವ್ರಿಗೆ ಫೋನ್ ಮಾಡ್ಬಿಟ್ಟು ಇಬ್ರು ಹೋಗಿ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയം. ಅವಾಗ ತುಂಬಾ ರಶ್ ಇತ್ತು, ರೂಮ್ಸ್ ಎಲ್ಲ ಫುಲ್ ಆಗಿತ್ತು. ಈಗ ಫ್ರೀ ಇದೆ, ನೀವು ಫೋನ್ ಮಾಡ್ಕೊಂಡು ಅರ್ಚನಾ ಅವ್ರಿಗೆ ಫೋನ್ ಮಾಡ್ಕೊಂಡು ಬನ್ನಿ. ഞാൻ തിരക്കായതുകൊണ്ടാണ് എല്ലാരോടും 3 ദിവസം മാത്രമായിട്ട് കൊടുത്തായിരുന്നത്. ഇപ്പൊ ആളുകൾ 3 ദിവസം നിൽക്കാവുള്ളൂ എന്ന് ഓർത്തിട്ടിരിക്കുക. അങ്ങനെയല്ല. 3 ദിവസം എന്ന് പറയുന്നത് വരുന്ന ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനുള്ള ആ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് 4 5 ദിവസം, എത്ര ദിവസമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ അതൊന്നും ഒരു ബാധകമേ അല്ല. ನೋಡಿ, ಅವಾಗ ಏನೋ ತುಂಬಾ ರಶ್ ಇದ್ದ ಟೈಮ್ ಅದು. ಸೊ ಹಾಗಾಗಿ 3 ದಿನ ಮಾತ್ರ ನಿಲ್ಲಿ ಅಂತ ನಾನು ಹೇಳಿದ್ದೆ. ಸೊ ಇವಾಗ ಏನು ಫ್ರೀ ಇದೆ, ನೀವು ಎಷ್ಟು ದಿನ ಬೇಕಾದ್ರೂ ನಿಲ್ಲಿ, ತೊಂದರೆ ಇಲ್ಲ ಅಂತ. ಓಕೆ ಓಕೆ ಸರ್, ശരി. ಗುರುಜಿ ನಮಸ್ತೆ. ಹೇಳಿ. ಗುರುಜಿ ನಮಸ್ತೆ. ನಮಸ್ತೆ ಗುರುಜಿ, ನಾನು 41 ದಿನ ಇವತ್ತು ಕಂಪ್ಲೀಟ್ ಆಗ್ತದೆ ಗುರುಜಿ. 15 ದಿನ ಬ್ರೇಕ್ ತೆಗೆದುಕೊಳ್ತಾ ಇದ್ದೇನೆ ಗುರುಜಿ. ಮತ್ತೆ ನನಗೆ ಇಲ್ಲಿವರೆಗೂ ಬಾಯಿಂದ ಹೇಳಲಾಗದಂತ ಅನೇಕ ಸಂತೋಷಗಳು, ಆನಂದಗಳು ಉಂಟಾಗಿವೆ ಗುರುಜಿ. ಅಷ್ಟೇ ಅಲ್ಲದೆ ಮಾನಸಿಕವಾಗಿ, ದೈಹಿಕವಾಗಿ ಮತ್ತೆ ಆರ್ಥಿಕವಾಗಿ ಎಲ್ಲ ರೀತಿಯಿಂದಲೂ ನನಗೆ ಅನುಕೂಲ ಆಗಿದೆ. ಒಟ್ಟಾರೆ ಅಂದ್ರೆ ನಾನು ಜೀವನದಲ್ಲಿ ಇದೊಂದು ಪವಾಡವನ್ನೇ ಕಂಡಿದ್ದೇನೆ. ಇದು ಜಾದು ಆದಂತಾಗಿದೆ. ನನ್ನ ಜೀವನದಲ್ಲಿ ನಾನು ಅನೇಕ ಸದ್ಗುರುಗಳನ್ನು ಕಂಡಿದ್ದೇನೆ, ಆದ್ರೆ ಪ್ರತ್ಯಕ್ಷವಾಗಿ ನನಗಿಂದ ಇಂಥ ಒಂದು ಅನುಭವ ನನ್ನ ജീവനದಲ್ಲಿ ಎಂದೂ ಆಗಿರ್ಲಿಲ್ಲ ಗುರುಜಿ. ಧನ್ಯವಾದಗಳು. 41 ദിവസത്തെ പുള്ളിയുടെ മെഡിറ്റേഷൻ കഴിഞ്ഞ് നാളെ ബ്രേക്ക് എടുക്കണം. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ ഇതുവരെ നല്ല നല്ല അനുഭവങ്ങളായി. എനിക്കിപ്പോ പറയാൻ പറ്റുന്നില്ല. ഞാൻ കുറെ ഗുരുക്കന്മാരനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു വിദ്യ എനിക്ക് ഇത് ആദ്യമായിട്ട് കിട്ടിയതാണ്. സോ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഭയങ്കര അനുഭവങ്ങൾ ആയി. ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു പ്രതിബദ്ധത എന്നും പ്രപഞ്ചത്തോട് ഉണ്ടായാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ, ഇല്ലാതാവട്ടെ, എന്നും ആ സൂര്യനെ ഒന്ന് കാണുമ്പോൾ മനസ്സുകൊണ്ടൊന്ന് വണങ്ങുക, അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എപ്പോഴും കാക്കുക. ചന്ദ്രനെ കാണുമ്പോൾ ഒന്ന് മനസ്സുകൊണ്ട് ഒന്നിങ്ങനെ സമർപ്പിക്കുക. നക്ഷത്രങ്ങളെയൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഇവരൊക്കെയാണല്ലോ നമ്മളെ സംരക്ഷിക്കണേന്ന് എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ച് ചിന്ത ഉണ്ടായാൽ മാത്രം മതി. ಸೊ ಯಾವತ್ತೂ ಅಷ್ಟೇ ಆ ಬದ್ಧತೆ ನಿಮಗೆ ಬ್ರಹ್ಮಾಂಡದ ಮೇಲೆ ಇರ್ಲಿ. ಸೊ ಸೂರ್ಯನನ್ನ ನೋಡಿದಾಗ ಒಂದ್ಸಲಿ ನಮಸ್ಕಾರ ಮಾಡಿ ನೀವು ಅದನ್ನ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಳ್ಳಿ.
ಸೊ ಚಂದ್ರನ ನೋಡಿದಾಗಲೂ ನಕ್ಷತ್ರಗಳನ್ನ ನೋಡುತ್ತೆಯೋ ನೀವು ಏನು ಆ ದಿನದ ಫಸ್ಟ್ ಟೈಮ್ ನೋಡೋದಕ್ಕೆ ನೀವು ಒಂದ್ಸಲಿ ಪ್ರೇ ಮಾಡ್ಕೊಳ್ಳಿ. ಸೊ ಅವರ ಆಶೀರ್ವಾದಕ್ಕೆ ಕಾಯ್ತಾ ಇರಿ. ನಾನು ಈ ಭೂಮಿ ಮೇಲೆ ಇದ್ರೂ ಇಲ್ಲದಿದ್ದ ಟೈಮಲ್ಲೂ ಕೂಡ ನಿಮ್ಮಂತವರಿಗೆ ಅನುಗ್ರಹ ನೀಡ್ತೇನೆ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಧನ್ಯವಾದಗಳು ಗುರುಜಿ. ಧನ್ಯವಾದ. ಮುಂದೆ ಯಾರಾದ್ರೂ ಇದ್ದೀರಾ? ನೆಕ್ಸ್ಟ್ ಯಾರಾದ್ರೂ ಮಾತಾಡ್ಲಿಕ್ಕಿದ್ಯಾ? ಹೌದು ಗುರುಜಿ. ನಮಸ್ತೆ ಗುರುಜಿ. ನಮಸ್ತೆ. ನನ್ಗೆ ಪರ್ಮಿಷನ್ ಬೇಕು ಗುರುಜಿ. ചോദിച്ചിട്ടുണ്ടായിരുന്നോ അല്ലേ? ನಿಮ್ಮ ಹೆಸರೇನು ಹೇಳಿ? ನನ್ನ ಹೆಸರು ಶಾಂತಿ ಅಂತ. ಇಲ್ಲ, ನೀವು ಪರ್ಮಿಷನ್ಗೆ ಬರ್ದಾಕಿಲ್ಲ, ಗ್ರೂಪ್ ಅಲ್ಲಿ ಬರ್ದಾಕ್ಬೇಕು. ಅದೊಂದು ನಿಯಮ ಇದೆ ಅಲ್ವಾ? ಹೌದಾ? ಇವತ್ತು ಗ್ರೂಪಿಗೆ ಬರ್ದಾಕಿ ನಿಮಗೆ ಈ ರೀತಿ ಪರ್ಮಿಷನ್ ಬೇಕು ಅಂತ. ನಾಳೆ ಕ್ಲಾಸ್ ನಲ್ಲಿ ವಾಯ್ಸ್ ಮೆಸೇಜ್ ಕಳಿಸ್ಲಾ ಗುರುಜಿ? ವಾಯ್ಸ್ ಮೆಸೇಜ್ ಆದ್ರೂ ಹಾಕಿ, ರೈಟ್ ಅಪ್ ಅಲ್ಲಾದ್ರೂ ಹಾಕಿ. ಹೌದಾ? ಸರಿ ಗುರುಜಿ. ಮನೇಲಿ ಬೇರೆ ಯಾರಿದ್ದಾರೆ? ಯಾರು ಇಲ್ಲ ಗುರುಜಿ. ನಾನ್ ಬೇಕಾದ್ರೆ ಮಗಳ ಮನೆಗೆ ಹೋಗ್ತೀನಿ ಗುರುಜಿ. അപ്പൊ മകള് ഇല്ലേ? ಇಲ್ಲ ಗುರುಜಿ. ആ ಇಲ್ಲ ಇಲ್ಲ ಗುರುಜಿ. ಬೇರೆ ನಾನ್ ಮಗಳು separate ಇದ್ದೀನಿ. മകള് കല്യാണം കഴിച്ചു പോയോ? ಹಾ ಹೌದು ಗುರುಜಿ. ಏನ್ ಗುರುಜಿ? ಮಗಳು ಮದುವೆ ಆಗಿ ಹೋಗಿದಾರಲ್ವಾ? ನೀವು ಒಬ್ಬರೇ ಇರೋದು ಹೋಗಿದ್ದಾರೆ. ಮನೆಯಲ್ಲಿ? ಹೌದು, ಮಗಳು ಮದುವೆ ಆಗಿ ಹೋಗಿದ್ದಾರೆ. അപ്പൊ ഭർത്താവ് മകന് ഒന്നുമില്ലേ? ಇಲ್ಲ, ಹಸ್ಬೆಂಡ್ ಮಗ ಯಾರು ಇಲ್ವಾ? ಯಾರು ಇಲ್ಲ ಗುರುಜಿ. മകള് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സിൽ കയറിയിട്ട് ഒരു പെർമിഷൻ തരാൻ പറ്റില്ലേ? So ಮಗಳಿಗೆ ಕೊಡ್ತಾರೆ. ಕ್ಲಾಸಿಗೆ ಬಂದು ಒಂದು ಪರ್ಮಿಷನ್ ಕೊಡ್ಬೋದಲ್ವಾ ಅಂತ. ಹಾ ಕೊಡ್ತಾರೆ ಗುರುಜಿ. അപ്പൊ ശരി, നാളെ ക്ലാസ്സിൽ കയറാൻ പറ, എന്നിട്ട് പെർമിഷൻ തരാം. ಸೊ ನಾಳೆ ಕ್ಲಾಸ್ ಅಲ್ಲಿ ಬರ್ಲಿಕ್ಕೆ ಹೇಳಿ, ವಿಡಿಯೋ ಕಾಲ್ ಅಲ್ಲಿ ಅವರಿಗೆ ಪರ್ಮಿಷನ್ ಏನೋ ಕೊಡ್ಲಿಕ್ಕೆ ಹೇಳಿ. ಸರಿ ಗುರುಜಿ. ಧನ್ಯವಾದ ಗುರುಜಿ. ശരി. ನೆಕ್ಸ್ಟ್ ಯಾರಾದ್ರೂ ಇದ್ದೀರಾ? ಏನಾದ್ರೂ ಕ್ವಶನ್ ಕೇಳ್ಬೇಕಾ? ഇല്ല, മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ಹೇಳಿ. ഗുരുജി, അംബികയ്ക്ക് ഭർത്താവിനും മെഡിറ്റേഷൻ ബ്രേക്ക് കഴിഞ്ഞ അനുവാദം. ആയിക്കോട്ടെ. അംബിക ആരാണ്? എവിടെയാണ് ಗುರುಜಿ? എവിടെ ആളെവിടെ? ಗುರುಜಿ ಒಂದೇ ನಿಮಿಷ. ಅಂಬಿಕಾ ಹಸ್ಬೆಂಡ್. ഓക്കെ. ഇരുന്നോളൂ. അവരെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഭാര്യയും ഭർത്താവും. ശരി, ഇരുന്നോളാം. ಹೇಳಿ, ಏನೋ ಹೇಳ್ತಿದ್ರಲ್ಲ? ನಮಸ್ತೆ. ಹಾ ಗುರುಜಿ, ನನಗೆ ಹೆಚ್ಚು ಅನುಭವಕ್ಕಿಂತ ಹೆಚ್ಚು ನನಗೆ ವ್ಯಾಯಾಮಗಳಾಗಿದೆ. ಚಿಕಿತ್ಸೆಗಳ ಅನುಭವ ಅಷ್ಟೇನು ಆಗಿಲ್ಲ, ಆದ್ರೆ ನನಗೆ ವ್ಯಾಯಾಮ ಆಗಿದೆ, ಚಿಕಿತ್ಸೆಗಳಾಗಿದೆ. ಮತ್ತೆ ವಿವಿಧ ನಾನು ಅರಿಯಲಾರದಂತ ಮುದ್ರೆಗಳು ನನ್ನಿಂದ ಏರ್ಪಟ್ಟಿವೆ. ಮತ್ತೆ ಮರ್ಮ ಉಂಟಾಗಿದೆ, ಮಸಾಜ್ಗಳಾಗಿದೆ. ಈ ತರ ದೈಹಿಕವಾಗಿ ಹೆಚ್ಚು 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 ವ್ಯಾಯಾಮ ಮತ್ತು ಚಿಕಿತ್ಸೆಗಳಾಗಿವೆ ಗುರುಜಿ. ದರ್ಶನಗಳು ಈ ತರ ಏನೂ ಆಗಿಲ್ಲ ಅಷ್ಟೇ. ಅದೆಲ್ಲ ನಿಮ್ಮ ಕೃಪೆ ಗುರುಗಳೇ. ಪರವಾಗಿಲ್ಲ. ಈಗ ನೀವು ಆಲ್ರೆಡಿ ನಿಮ್ಮ ಏನು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಹೇಳಿದಿರಲ್ಲ, ಗುರುಗಳ ಜೊತೆ ಆಲ್ರೆಡಿ ಮಾತಾಡಿದಿರಲ್ವಾ? ಸೊ ಇನ್ನು ಏನೇ ಇದ್ರು ನೀವು ಗ್ರೂಪ್ ಅಲ್ಲಿ ಬರ್ದಾಕಿ. ನಿಮ್ಮ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಏನಿದ್ರು ನೀವು ಗ್ರೂಪ್ ಅಲ್ಲಿ ವಾಯ್ಸ್ ಮಾಡಿ ಹಾಕಿ ಅಥವಾ ಬರ್ದಾಕಿ. ಅನಂತ ಕೋಟಿ ಧನ್ಯವಾದ. ഇത് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഞാൻ നിങ്ങളോട് പൊതുവായിട്ടൊരു കാര്യം പറയാണ്. എല്ലാം ഒന്ന് പറഞ്ഞു. ಸೊ ಮೆಡಿಟೇಷನ್ಗೆ ಸಂಬಂಧಪಟ್ಟದಂತ ಅಲ್ಲ. ಸೊ ನಾರ್ಮಲ್ ಆಗಿ ಒಂದು ವಿಷಯದ ಬಗ್ಗೆ ನಾನು ಹೇಳ್ತೇನೆ. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, നമ്മൾ മൊബൈലൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ ചാരിയൊക്കെ വെച്ച് ചിലപ്പോൾ ആരെങ്കിലോടൊക്കെ സംസാരിച്ച് വസ്ത്രം മാറുമോ, നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പോലും അറിയാണ്ട് ഫോണിന്റെ ക്യാമറ ആക്ടിവേറ്റഡ് ആയിരിക്കും. ക്യാമറ ഉള്ള ടി വി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടി വിയുടെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. ഇതൊന്നും നിങ്ങൾ അറിയില്ല. നിങ്ങളുടെ ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം ആപ്പൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എന്തെല്ലാം സേവ് ചെയ്യണ്ടോ ആ സമയത്ത് നിങ്ങൾ എസ്ഓർണോ അറിയാണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന സാധനമൊക്കെ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത്, നമ്മൾ ചെയ്യണത് മുഴുവൻ പിടിച്ചെടുക്കാൻ പറ്റുന്ന സംവിധാനത്തിനുള്ള പെർമിഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊടുത്തേക്കാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ ഫോൺ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കമഴ്ത്തി വയ്ക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ക്യാമറ ഇവിടെ രണ്ട് സൈഡിലും ഉണ്ട്. മനസ്സിലായോ? സാധാരണഗതിയിൽ 2 ക്യാമറയാണ് ആക്ടിവേറ്റ് ആവുന്നത്. അത് കമത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ കിടത്തി വയ്ക്കുകയോ ചെയ്യുക. അതിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ വസ്ത്രം മാറുകയോ അല്ലെങ്കിൽ നമ്മളുടേതായ പ്രൈവറ്റ് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനെ ദൂരെ മാറ്റി നിർത്തുക. ഇന്നത്തെ നിങ്ങൾ കേട്ടില്ലേ, പേജർ പൊട്ടിത്തെറിക്കണമെന്നൊക്കെ ഒക്കെ പോയി വേറെ തരത്തിലേക്കൊക്കെയാണ് പോണത്. നമ്മളുടെ പൈസ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മാർഗം എന്ന് ആളുകൾ റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പ്ലീസ് അല്ലേ,
ನೋಡಿ ಇವಾಗ ಯಾವ್ಯಾವ ಕುತಂತ್ರಗಳು ನಡೀತಾ ಇದೆ ಅಂತಂದ್ರೆ ನಮಗೆ ಗೊತ್ತಿಲ್ಲದಂಗೆ ಮೊಬೈಲ್ ನಲ್ಲಿ ಸೊ ಏನು ಬೇರೆ ಬೇರೆ ಆಪ್ ಗಳು ಬರುತ್ತೆ, ನಮಗೆ ಗೊತ್ತಿಲ್ಲದಂಗೆ ಅದು ಎಸ್ ಎಸ್ ಆರ್ ನೋ ಅಂತ ಇರುತ್ತಲ್ಲ, ಸೊ ಎಸ್ ಅಂತ ಒತ್ತಿರ್ತೀವಿ, ಹೇಳಕ್ಕಾಗಲ್ಲ. ಸೊ ಹಾಗಾಗಿ ನೀವು ಮನೆಯಲ್ಲಿ ನಿಮ್ಮ ಪ್ರೈವೇಟ್ ಕಾರ್ಯಗಳನ್ನ ಏನೇ ಮಾಡುವಂತಿದ್ರು ಮೊಬೈಲ್ ಅನ್ನ ದೂರ ಇಟ್ಬಿಡಿ ಅಥವಾ ಏನು ಉಲ್ಟಾ ಇಟ್ಬಿಡಿ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಸೊ ಜಾಸ್ತಿಯಾಗಿ ಅದರ ಫ್ರಂಟ್ ಕ್ಯಾಮೆರಾ ವರ್ಕ್ ಆಗುತ್ತೆ ಅಂತ. ಸೊ ನೀವು ಬಟ್ಟೆ ಬದಲಾಯಿಸಬೇಕಾದ್ರೂ ಕೂಡ ಅಷ್ಟೇ, ಅಥವಾ ಬೆಡ್ರೂಮ್ ಅಲ್ಲಿ ಇರ್ಬೇಕಾದ್ರೆ ಅಥವಾ ನಿಮ್ಮ ಪ್ರೈವೇಟ್ ಆಗಿ ಪರ್ಸನಲ್ ಏನೇ ವಿಷಯ ಮಾತಾಡ್ಬೇಕಾದ್ರೂ ಸೊ ಮೊಬೈಲ್ ನ ಇವಾಗ ದೂರ ಇಡುವಂತದ್ದು ಒಳ್ಳೇದು. ಸೊ ಅದು ಆಟೋಮೆಟಿಕ್ ಆಗಿ ಕೆಲವೊಮ್ಮೆ ಆಪ್ ಗಳು ಡೌನ್ಲೋಡ್ ಆಗಿರುತ್ತೆ, ನಿಮ್ಮ ಕ್ಯಾಮರಾ ಆನ್ ಆಗ್ಬಿಡುತ್ತೆ. ಸೊ ಅಂತ ವಿಷಯಗಳು ಇವಾಗ ಕೇಳಿ ಬರ್ತಾ ಇದೆ. ಸೊ ಇವಾಗ ನೋಡಿ ಹೊರಗಡೆ ಏನು ನಮ್ಗೆ ಈಗ ಆ ಪೇಜರ್ ಎಲ್ಲ ಏನು ಬ್ಲಾಸ್ಟ್ ಆಗಿ ಪ್ರಾಬ್ಲಮ್ ಆಯ್ತು. ಸೊ ಅದೇ ರೀತಿ ತುಂಬಾ ಕುತಂತ್ರಗಳು ನಡೀತಾ ಇದೆ. ಮನುಷ್ಯನಿಂದ ಏನು ದುಡ್ಡನ್ನ ಕಸಿಯುವಂತಹ ಬೇರೆ ಬೇರೆ ವ್ಯವಸ್ಥೆಗಳು ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ನಡೀತಾ ಇದೆ. ಸೊ ಅದ್ರಲ್ಲಿ ಇದು ಕೂಡ ಒಂದು. ಸೊ ಹಾಗಾಗಿ ಎಲ್ಲರೂ ಕೂಡ ತುಂಬಾ ಕೇರ್ಫುಲ್ ಆಗಿರಿ. വലിയ ഫോണുകൾ മാറ്റി മാറ്റി മേടിക്കലിനൊന്നും ആരും പോകരുത്. സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ മേടിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കൃത്രിമമൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പാടുണ്ടാവില്ല. റിലയബിൾ സോഴ്സസിൽ നിന്ന് മാത്രം സാധനങ്ങൾ മേടിക്കുക. വിശ്വാസമുള്ളതിന് ഒന്ന് കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുക. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനും മേടിക്കാനും പേരില്ലാത്തതും നാളില്ലാത്തതൊക്കെ പോയി സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും എപ്പോഴെങ്കിലും ആക്ടിവേറ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒരാൾ വെളിയിൽ നിന്ന് വന്ന് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചോളാം, അവിടെ നിന്ന് ചെയ്യിപ്പിക്കുക. നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കുക. ഏതെല്ലാം തരത്തിൽ എന്തൊക്കെ കൃത്രിമം ചെയ്യാവോ അതൊക്കെ ചെയ്യാൻ വേണ്ടുന്ന ആൾക്കാർ റിസർച്ച് ചെയ്ത് നടക്കുകയാണ്. ನೋಡಿ ಇವಾಗ ನೀವು ಈಗ ಯಾವ ಫೋನ್ ಯೂಸ್ ಮಾಡ್ತಾ ಇರ್ತೀರಾ, ಸೊ ಅದು ಸ್ವಲ್ಪ ಒಳ್ಳೇದಿದೆ, ಪರವಾಗಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ನೀವು ಅದನ್ನೇ ಮ್ಯಾನೇಜ್ ಮಾಡ್ಕೊಳ್ಳಿ, ಅಥವಾ ಅದನ್ನ ಎಕ್ಸ್ಚೇಂಜ್ ಎಲ್ಲ ಮಾಡಕ್ ಹೋಗ್ಬೇಡಿ. ಸೊ ಬೇರೆಯವರ ಸೆಕೆಂಡ್ ಹ್ಯಾಂಡ್ ಫೋನ್ಗಳನ್ನು ಕೂಡ ಖರೀದಿಸ್ಲಿಕ್ಕೆ ಹೋಗ್ಬೇಡಿ. ಸೊ ಅದ್ರಲ್ಲಿ ಏನೇನು ಕುತಂತ್ರ ಹೂಡಿರ್ತಾರೆ ಅಂತ ನಮಗ್ ಗೊತ್ತಾಗಲ್ಲ. ಸೊ ಕಷ್ಟ ಆಗ್ಬಿಡುತ್ತೆ ಅಂತ. ಸೊ ಈಗ ಜನಗಳು ಯಾವ ರೀತಿ ಏನು ಮತ್ತೊಬ್ಬರನ್ನ ಮೋಸ ಮಾಡೋಣ ಅಂತ ಹೇಳಿ ಕಾಯ್ತಾ ಇರ್ತಾರೆ. ಅಥವಾ ನಿಮ್ಮ ಫೋನನ್ನೇ ನೀವು ಏನು ಇವಾಗ ಎಲ್ಲ ಡಿಲೀಟ್ ಮಾಡಿಕೊಟ್ಟು ಈಗ ಬೇರೆ ಕಡೆ ಕೊಟ್ಟರು ಕೂಡ ಸೊ ಅದರಲ್ಲಿ ಏನು ಆ ಡಿಲೀಟ್ ಆಗಿರುವಂತ ಈಗ ನಮ್ಮ ಏನು ಕಂಪ್ಯೂಟರ್ ಅಲ್ಲಿ ರಿಸೈಕಲ್ ಬಿನ್ ಅಂತ ಇದೆ ಅಲ್ವಾ, ಸೊ ಅದರಿಂದ ಯಾವ ರೀತಿ ತೆಗಿಬಹುದು ಅದೇ ರೀತಿ ನಮ್ಮ ಮೊಬೈಲ್ ಇಂದ ಆ ಏನು ಫೋಟೋಗಳಾಗ್ಲಿ ವಿಡಿಯೋಗಳಾಗ್ಲಿ ಮತ್ತೆ ಅದನ್ನ ಸೇಕರಣೆ ಮಾಡಬಹುದು. ಸೊ ಹಾಗಾಗಿ ಎಲ್ಲರೂ ತುಂಬಾ ಕೇರ್ಫುಲ್ ಆಗಿರಿ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മെയിലാണ് എനിക്ക് വന്നത്. നിങ്ങൾ 1 രൂപ അടച്ച് ഈ നമ്പർ ഒന്ന് കൺഫേം ചെയ്യ്, നിങ്ങൾക്ക് 3 വർഷത്തെ അടച്ച ടാക്സ് മുഴുവൻ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, സർക്കാരിൻ്റെ ഒരു സ്പെഷ്യൽ സ്കീമാണെന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ മനസ്സിലായി നമ്മളുടെ സ്കീം അടിച്ചുകൊണ്ട് കാണുന്ന സ്കീമാണെന്ന്. ഇതൊന്നും ചിലപ്പോൾ അവങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അയ്യോ 3 വർഷം ഞാൻ അടച്ച ടാക്സ് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് 1 രൂപ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യും. ചിലപ്പോൾ മെയിലാ വന്നേക്കണേ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംവിധാനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് വേണമെന്ന് വിചാരിച്ചാൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതിനൊക്കെ തടയിടാം. പക്ഷെ എല്ലാ തരത്തിലും നമ്മുടെ എവിടെയൊക്കെയോ ലൂപ്പ് ഹോളുകൾ കിടക്കായതുകൊണ്ടാണ് നമ്മുടെ ഫിംഗർ റീഡിങ് ഇല്ലാണ്ട് ഇന്നൊരു മൊബൈൽ നമ്പർ എടുക്കാൻ പറ്റില്ല. എന്നിട്ടും അതിനെ പറ്റിക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ ആൾക്കാരുടെ റിസർച്ച് നടക്കണേന്ന്. ನೋಡಿ ಇವಾಗ ನಾವು ಏನು ತಂಬ್ ಕೊಡದೆ ನಮಗೆ ಒಂದು ಏನು ಹೊಸಬರಿಗೆ ಮೊಬೈಲ್ ಏನು ನಂಬರ್ ತಗೊಳಕ್ ಆಗಲ್ಲ. ಆದ್ರೂ ಕೂಡ ಬೇರೆ ಬೇರೆಯವರ ಹೆಸರಲ್ಲಿ ಈಗ ಏನು ಮೊಬೈಲ್ ನಂಬರ್ ತಗೊಳ್ತಿದಾರಲ್ವಾ. ಸೊ ನೋಡಿ ಎಲ್ಲೋ ಒಂದು ಲೂಪ್ ಹಾಲ್ಸ್ ಇದೆ, ನಮ್ಮ ಸರ್ಕಾರಕ್ಕೂ ಕೂಡ ಒಂದು ಲೂಪ್ ಹಾಲ್ಸ್ ಇದೆ. ಗುರುಗಳಿಗೆ ಒಂದು ಮೇಲ್ ಬಂದಿತ್ತಂತೆ, ನೀವು ಇಲ್ಲಿ ಕಾಣುವಂತಹ ಗೂಗಲ್ ಪೇಗೆ 1 ರೂಪಾಯಿ ಪೇ ಮಾಡಿದ್ರೆ ಸಾಕು, ನಿಮಗೆ 3 ವರ್ಷದ ಇನ್ಕಮ್ ಟ್ಯಾಕ್ಸ್ ಫ್ರೀ ಅಥವಾ ಇನ್ಕಮ್ ಟ್ಯಾಕ್ಸ್ ನಿಮಗೆ ರಿಟರ್ನ್ ಬರುತ್ತೆ ಅಂತ ಈ ರೀತಿ ಒಂದು ಮೇಲ್ ಇತ್ತು. ಸೊ ಅದು ಓದೋತಿಗೆ ನನಗೆ ಗೊತ್ತಾಯ್ತು, ನನ್ನ ದುಡ್ಡು ಹೊಡೆಯುವಂತಹ ಪ್ಲಾನ್ ಹಾಕಿದ್ದಾರೆ. ಅದು ಗೂಗಲ್ ಪೇ ನಂಬರ್ ಕೊಟ್ಬಿಟ್ಟು 1 ರೂಪಾಯಿ ನಾವು ಆ ಕಡೆ ಮಾಡೋತಿಗೆ ಸೊ ನಮ್ಮ ಇಲ್ಲಿಂದ ಅಕೌಂಟ್ ಡೀಟೇಲ್ಸ್ ಅವ್ರಿಗೆ ಹೋಗುತ್ತೆ. ಸೊ ಆ ರೀತಿ ಒಂದು ವ್ಯವಸ್ಥೆ, ಒಂದು ಸ್ಕ್ಯಾಮ್ ಮಾಡ್ಕೊಂಡು ಅವರು ಆ ಪ್ಲಾನ್ ಹಾಕೊಂಡು ಮೇಲ್ ಮಾಡಿದ್ದಾರೆ. ಸೊ ಗೊತ್ತಿಲ್ಲದವರಾಗಿದ್ರೆ ಅದು 1 ರೂಪಾಯಿ ಕೊಟ್ರೆ ನನಗೆ ಏನು 3 ವರ್ಷದ ಇದು ಟ್ಯಾಕ್ಸ್ ബറുത്തല്ല ಅಂತ ಹೇಳಿ ಮಾಡ್ಬಿಡ್ತಾರೆ. ಸೊ ಹಾಗಾಗಿ ತುಂಬಾ ಹುಷಾರಾಗಿರ್ಬೋದು, ತುಂಬಾ ಕೇರ್ಫುಲ್ ಆಗಿರಿ. അതുപോലെ 70 വയസ്സ് കഴിഞ്ഞവർക്കാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ അതിന്റെ ഡോക്യുമെന്റ് വായിച്ചില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. അതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അക്ഷയയിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനത്തിലോ പോയി സംസാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആധാറുമായിട്ട് വെറുതെ ഒന്ന് ലിങ്ക് ചെയ്താൽ മതി. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് സംവിധാനമാണ്. 5 പൈസ ചെലവില്ലാണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. 24 മണിക്കൂറും ടി വിയിൽ ചർച്ചയൊക്കെ ഉണ്ട്. നല്ലതൊന്നും പറഞ്ഞു തരാൻ ഒരു മനുഷ്യനുമില്ല. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒന്നും എടുത്ത് ഗ്രൂപ്പിൽ ഇടണ്ട. എനിക്ക് തീരെ താല്പര്യമില്ല. ഫോർവേഡ് മെസ്സേജുകൾ നമ്മുടെ ഗ്രൂപ്പിൽ അലൗ ചെയ്യുന്നതല്ല. അത് എന്നെ അറിയിച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ വീഡിയോ തന്നെ
അല്ല ചേച്ചി ഒരെണ്ണം സെൻഡ് ചെയ്ത് കൊടുത്താൽ ഞാനത് കണ്ടിട്ട് അതെന്താന്ന് ചോദിച്ചാൽ അതിന്റെ കൺക്ലൂഡഡ് ആയിട്ടുള്ള ഞാൻ ക്ലാസ്സിൽ പറയാം. ನೋಡಿ ಇವಾಗ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಸುಮ್ಮನೆ 24 ಗಂಟೆನೂ ಬೇಡದ ವಿಷಯಗಳೆಲ್ಲ ಟಿವಿನಲ್ಲಿ ಚರ್ಚೆ ಆಗ್ತಾ ಇರುತ್ತೆ. ಸೊ ಈಗ ವಯಸ್ಸಾದವ್ರಿಗೆ ಅಪ್ರೋಕ್ಸ್ ಅಂದ್ರೆ 70 ಇಯರ್ಸ್ ಏಜ್ ಕಳೆದವರಿಗೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಒಂದು ಇನ್ಸೂರೆನ್ಸ್ ಪಾಲಿಸಿ ಎಲ್ಲ ಬಂದಿದೆ. ಸೊ ನಿಮ್ಮ ಆಧಾರ್ ಕಾರ್ಡ್ಗಳನ್ನ ಲಿಂಕ್ ಮಾಡಿದ್ರೆ ಸಾಕು, ಸರ್ಕಾರದಿಂದ ತುಂಬಾ ಬೆನಿಫಿಟ್ ಗಳೆಲ್ಲ ಬರ್ತಾ ಇದೆ. ಸೊ ಇಂತಹ ವಿಷಯಗಳ ಬಗ್ಗೆ ಯಾರು ಮಾತಾಡ್ತಾ ಇಲ್ಲ. ಸೊ ಈ ವಿಷಯಗಳ ಬಗ್ಗೆ ನಿಮಗೆ ಗೊತ್ತಿರುವವರು ಏನಾದ್ರು ವಿಡಿಯೋ ಅಥವಾ ಡೀಟೇಲ್ಸ್ ಇದ್ರೆ ನನಗೆ ಕಳಿಸ್ಕೊಡಿ, ನಾನು ಅದನ್ನ ಗುರುಗಳಿಗೆ ಕಳಿಸ್ತೀನಿ. ಸೊ ಅವರು ಅದನ್ನ ಸಂಪೂರ್ಣವಾಗಿ ತಿಳ್ಕೊಂಡು ಸೊ ನಮ್ಮ ಗ್ರೂಪ್ ಅಲ್ಲಿ ಅದ್ರ ಬಗ್ಗೆ ಒಂದು ಡೀಟೇಲ್ಸ್ ಕೊಡೋಣ ನಮ್ಗೆ, ಸೊ ಆ ವಯಸ್ಸಾದವರಿಗೊಂದು ಯೂಸ್ ಆಗ್ಲಿ. ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ റെഡി ആക്കുക. കാരണം കള്ളപ്പണം ഇതൊക്കെ നമുക്ക് കുറച്ച് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ രാജ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് നന്മയുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ಸೊ ಗೂಗಲ್ ಪೇ, ಫೋನ್ ಪೇ ಇಲ್ಲದವರೆಲ್ಲ ನೀವು ಅದನ್ನ ಮಾಡ್ಕೊಳ್ಳಿ. ಸೊ ಈಗ ಬ್ಲಾಕ್ ಮನಿ ಎಲ್ಲ ಏನಿದೆ ಸೊ ಅದೆಲ್ಲ ನಿಂತೋಗ್ತಾ ಇದೆ. ಸೊ ಹಾಗಾಗಿ ನಮಗೆ ಏನು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸೊ ನಮಗೆ ವ್ಯವಹಾರ ಮಾಡ್ಲಿಕ್ಕೆ ಇದೆಲ್ಲ ಯೂಸ್ ಆಗುತ್ತೆ. ಸೊ ಅದನ್ನೊಂದು ಮಾಡ್ಕೊಳ್ಳಿ. നമ്മൾ പൈസ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ ഈ കള്ളപ്പണം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ കൈകൂടെ പൈസ കൊണ്ടുപോകണില്ലെങ്കിൽ പിന്നെ കള്ളപ്പണം എങ്ങനെയാ പുറത്തു വരണേ? ನೋಡಿ, ನಾವು ನೋಟ್ ಅನ್ನ ತೆಗೆದ್ಬಿಟ್ಟು ಸೊ ಏನೋ ಹಣ ವರ್ಗಾವಣೆ ಅಥವಾ ಏನೋ ವ್ಯವಹಾರ ಮಾಡಕ್ಕೆ ನಿಂತ್ರೆ ಸೊ ಈ ಬ್ಲಾಕ್ ಮನಿ ಎಲ್ಲ ಹೊರ ಬರ್ಬೋದು. ಆದ್ರೆ ಈ ರೀತಿ ಏನು ನಮ್ಗೆ ಏನು ಈ ಗೂಗಲ್ ಪೇ, ಫೋನ್ ಪೇ ಅಥವಾ ನಮ್ಮ ಆನ್ಲೈನ್ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಏನ್ ನಡೀತಾ ಇದೆ ಸೊ ಅದಕ್ಕೆಲ್ಲ ಪ್ರೂಫ್ ಇರುತ್ತೆ. ಸೊ ಹಾಗಾಗಿ ಇಲ್ಲಿ ಮೋಸ ಮಾಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. അതുപോലെ ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് ആർക്കെങ്കിലും ഒക്കെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുക. കാരണം ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് ഉപയോഗിച്ച് അതിന്റെ പേയ്മെന്റ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാമെങ്കിൽ നമുക്ക് അതിലൂടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ ബാങ്കിങ്ങിന്റെ രീതിയിൽ നമ്മളുടെ ശ്രദ്ധ കുറച്ച് നല്ലതാക്കി കൊണ്ടുവരാൻ പറ്റും. നമ്മൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ലോണോ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബാങ്ക് അംഗീകരിക്കും. ഓക്കെ, ഇവൻ ഇത്ര ക്രെഡിറ്റ് സ്കോർ ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അവൻ ധനം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അവൻ ലോൺ എടുത്താൽ തിരിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ഗവൺമെന്റിന് മനസ്സിലാവും, അല്ലെങ്കിൽ ബാങ്കിന് മനസ്സിലാവും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഗുണമൊക്കെ സർക്കാരിൽ നിന്നോ ബാങ്കിൽ നിന്നോ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ನೋಡಿ, ಇವಾಗ ನೀವು ಕ್ರೆಡಿಟ್ ಕಾರ್ಡ್ ಏನು ತುಂಬಾ ಆಫರ್ ಗಳೆಲ್ಲ ಬರ್ತಾ ಇರ್ತಲ್ಲ, ಕ್ರೆಡಿಟ್ ಕಾರ್ಡ್ ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ನೀವು ತಗೊಳ್ಳಿ, ಏನ್ ತೊಂದರೆ ಇಲ್ಲ. ಸೊ ಅದು ಕೂಡ ಒಳ್ಳೇದೇ. ಆದ್ರೆ ನೀವು ಎಷ್ಟು ಅದರಿಂದ ಏನ್ ಖರ್ಚು ಮಾಡ್ತೀರಾ ಅದನ್ನ ಟೈಮ್ ಟು ಟೈಮ್ ಕರೆಕ್ಟ್ ಆಗಿ ಪೇ ಮಾಡ್ತಾ ಹೋಗಿ. ಸೊ ಹಾಗಾಗಿ ನಿಮ್ಗೆ ಒಂದು ಕ್ರೆಡಿಟ್ ಸ್ಕೋರ್ ಕೂಡ ಇಂಪ್ರೂವ್ ಆಗ್ತಾ ಬರುತ್ತೆ. ಅದು ಸರ್ಕಾರದಿಂದ ಬಂದಂತಾಗ್ಲಿ ಅಥವಾ ಬ್ಯಾಂಕಿನಿಂದ ಬಂದಂತಾಗ್ಲಿ. ಸೊ ಈ ರೀತಿ ನಿಮಗೆ ಕ್ರೆಡಿಟ್ ಸ್ಕೋರ್ ಇಂಪ್ರೂವ್ ಆದಾಗ ನಂತರ ಏನು ಬ್ಯಾಂಕ್ಗಳು ಅಥವಾ ಸರ್ಕಾರಗಳು ನಿಮ್ಮನ್ನ ಗುರುತಿಸುತ್ತೆ. ನಿಮ್ಮ ಏನು ಆ ವ್ಯವಹಾರ ಚೆನ್ನಾಗಿದೆ ಅನ್ನುವಂತಹ ಮಟ್ಟದಲ್ಲಿ ನಿಮಗೆ ಮುಂದಿನ ದಿನ ಲೋನ್ಗಳಾಗ್ಲಿ ಅಥವಾ ಬೇರೆ ಏನಾದ್ರು ಏನು വ്യവസ്ഥകളിದ್ರೆ ಅದು ಕೂಡ ನಿಮಗೆ ಬೆನಿಫಿಟ್ಗಳಿದ್ರೆ ಸಿಗುತ್ತೆ ಅಂತ ಹೇಳ್ತಾರೆ. നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷന്റെ ക്വാണ്ടിറ്റി കൂടും. നിങ്ങൾ ബാങ്കിൽ നിത്യവും കയറി ഇറങ്ങുന്ന വ്യക്തിയാണ്. നിങ്ങൾ ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ വർദ്ധിക്കുമ്പോൾ നിങ്ങളെ ബാങ്ക് ശ്രദ്ധിക്കും. ഓക്കെ, ഇയാൾ ഇത്രയും പൈസ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, ഇയാൾക്ക് ഇത്രയും ഞാൻ കൊടുക്കാം. ബാങ്കിൽ നിങ്ങളുടെ വിളിച്ചേച്ച് പറയും ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തരാൻ വേണമെന്ന്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ തരാൻ. ചോദിക്കുന്ന വഴി എടുക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള എടുക്കാതിരിക്കുമ്പോൾ നമുക്ക് ഡിമാൻഡ് കൂടും. പിന്നെയും 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 തരാന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ മുന്നിൽ പോയി കെഞ്ചേണ്ട ആവശ്യമില്ല. ಸೊ ನೋಡಿ, ಇವಾಗ ನೀವು ಗೂಗಲ್ ಪೇ, ಫೋನ್ ಪೇ ಇದೆಲ್ಲ ಮಾಡೋದ್ರಿಂದ ನೀವು ಬ್ಯಾಂಕಿಗೆ ಡೈರೆಕ್ಟ್ ಆಗಿ ಹೋಗ್ತಾ ಇಲ್ಲ, ಬಟ್ ಇಲ್ಲಿ ಬ್ಯಾಂಕ್ ಥ್ರೂ ಈ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಗಳೆಲ್ಲ ನಡೀತಾ ಇರುತ್ತೆ. ಸೊ ಇಲ್ಲಿ ಅಧಿಕ ಮಟ್ಟದ ಟ್ರಾನ್ಸಾಕ್ಷನ್ ನಡೆದಾಗ ನಿಮಗೆ ಏನು ಬ್ಯಾಂಕ್ ಅವರೇ ಕರೆದು ಕೇಳ್ತಾರೆ, 1 ಲಕ್ಷ ಏನು ನಿಮಗೆ ಸಾಲ ಕೊಡ್ತೀವಿ ಅಥವಾ 2 ಲಕ್ಷ ಸಾಲ ಕೊಡ್ತೀವಿ. ಸೊ ಅಂದ್ರೆ ನಿಮಗೆ ಆಫರ್ಗಳು ಅವರೇ ನೀಡ್ತಾರೆ. ಸೊ ಹಾಗಾಗಿ ನಾವು ಹೋಗಿ ಭಿಕ್ಷುಕರ ತರ ಅಲ್ಲಿ ಹೋಗಿ ಅಲಿಯೋದು ಅಥವಾ ಅವ್ರ ಹತ್ರ ಅವ್ರ ಹಿಂದೆ ಹೋಗೋದು ಕೇಳೋದು ಇದರ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಅವರೇ ಈ ಕಡೆ ಕರೆದ್ಬಿಟ್ಟು ಕೊಡುವಂತ ಇದಾಗಿದೆ. ചെറിയ പെട്ടിക്കടയാണെങ്കിലും ഒരു കടയെങ്കിലും ഗവൺമെന്റിന്റെ രജിസ്ട്രേഷനുള്ള കുഞ്ഞു കടയെങ്കിലും ഉള്ളവനാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ തുകകളിൽ ലോൺ കൊടുക്കുന്നുണ്ട്. അത് തിരിച്ചു കൊടുക്കുന്നതിന് സബ്സിഡി ഉണ്ട്. ഇവിടെ സ്വന്തമായിട്ട് തൊഴിൽ സംവിധാനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാരും കണ്ടമാനം ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അതിലൂടെ യാത്ര ചെയ്താൽ നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ನೋಡಿ, ಸರ್ಕಾರದಿಂದ ತುಂಬಾ ಬೆನಿಫಿಟ್ಗಳಿದೆ. ಅದರಲ್ಲೂ ಸ್ವಯಂ ಉದ್ಯೋಗಕ್ಕೆ ಏನು ತುಂಬಾ ಮುತುವರ್ಜಿ ವಹಿಸ್ತಾ ಇದ್ದಾರೆ. ಸೊ ನೀವು ಒಂದು ಸಣ್ಣ ಪೆಟ್ಟಿಗೆ ಅಂಗಡಿ ಇಟ್ಟರು ಕೂಡ ಅದನ್ನ ಏನೋ ಕರೆಕ್ಟ್ ಆಗಿ ಗವರ್ಮೆಂಟ್ ರೂಲ್ಸ್ ಪ್ರಕಾರ ರಿಜಿಸ್ಟರ್ ಮಾಡಿದ್ರೆ ಸೊ ನಿಮಗೆ ಅದ್ರ ಪ್ರಕಾರ ತುಂಬಾ ಲೋನ್ಗಳು ಸಿಗುತ್ತೆ, ತುಂಬಾ ಬೆನಿಫಿಟ್ಗಳು ಇದೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. കേന്ദ്ര സർക്കാർ ശരിക്കും ഇപ്പൊ എല്ലാറ്റിനും പൈസ വാരി കൊടുക്കുക ജനങ്ങൾക്ക്. ഒത്തിരി സ്കീമുകളുണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളത് കണ്ട് കേട്ട് മനസ്സിലാക്കാൻ ഈ യൂട്യൂബിൽ പോയി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഇത്തരം അറിവ് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പിന്നാലെ യാത്ര ചെയ്ത നമ്മളുടെ പകുതി സാമ്പത്തിക പ്രശ്നങ്ങളും അവിടെ തന്നെ തീർത്തു കളയാൻ പറ്റും.
ನೋಡಿ, ನೀವು ಯೂಟ್ಯೂಬ್ ನಲ್ಲಿ ವಿಡಿಯೋನೋ ಅಥವಾ ಬೇರೆ ಬೇರೆ ನ್ಯೂಸ್ ಗಳು ನೋಡೋ ಬದಲು ಸೊ ಕೇಂದ್ರ ಸರ್ಕಾರದಿಂದ ಏನೇನು ಸವಲತ್ತುಗಳು ಬರ್ತಾ ಇದೆ ಅಂತ ಹೇಳಿ ಅದನ್ನ ಒಂದ್ಸಲಿ ಒಬ್ಸರ್ವ್ ಮಾಡಿ ನೋಡಿ. ಸಿಕ್ಕಾಪಟ್ಟೆ ಏನು ನಮಗೆ സവലത്തുകൾ ಈಗ ಬಿಟ್ಟಿದ್ದಾರೆ. നമുക്ക് അത്തരം വീഡിയോ ഒന്നും എനിക്ക് ഗ്രൂപ്പിൽ ഇടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇടാത്തതാണ്. നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് സംശയം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുതിയ വേറൊരു സംവിധാനം ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഒന്ന് റെഡി ആയിക്കോട്ടെ, എന്നിട്ട് മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം എല്ലാം കൂടെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അനത് വേറെ വേറെ ഗ്രൂപ്പ്, വേറെ വേറെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ അതിൻ്റെ അഡ്മിനാക്കി വെച്ചുകൊണ്ട് ജനങ്ങളെ സാമ്പത്തികപരമായിട്ട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಇವಾಗ ನಮ್ಮ ಏನು ಈ SMS ನ ಗ್ರೂಪ್ ಏನಿದೆ ಇದು ಸ್ಪಿರಿಚುವಲ್ ಗ್ರೂಪ್ ಆಗಿರೋದ್ರಿಂದ ಇದರಲ್ಲಿ ಬೇರೆ ಬೇರೆ ವಿಡಿಯೋಗಳನ್ನ ನಾನು ಹಾಕಲ್ಲ. ಸೊ ಅದು ಹಾಗಾಗಿ ಅದನ್ನ ಇದಕ್ಕೆ ಮಿಕ್ಸ್ ಮಾಡೋದು ಬೇಡ. ಸೊ ಈಗ ನಮ್ಮ ಆಪ್ ಒಂದು ರೆಡಿ ಆಗ್ಲಿ. ಸೊ ಅದಾದ್ಮೇಲೆ ನಿಮಗೆ ಸಪರೇಟ್ ಆಗಿ ಈ ಬಿಸ್ನೆಸ್ ಡೆವಲಪ್ಮೆಂಟ್ ಐಡಿಯಾಗಳು ಅಥವಾ ಇದರಲ್ಲಿ ಏನೇನು ಸ್ಕೀಮ್ ಗಳೆಲ್ಲ ಇದೆ ಇದ್ರ ಬಗ್ಗೆ ಎಲ್ಲ ನಾನು ಡೀಟೇಲ್ಸ್ ಕೊಡುವಂಗೆ ಒಂದು ಸಪರೇಟ್ ಆಗಿ ಒಂದು ಗ್ರೂಪ್ ಅನ್ನೇ ನಾವು ಮಾಡೋಣ. ಸೊ ಎಲ್ರಿಗೂ ಇದು ಒಳ್ಳೇದಾಗ್ಲಿ. ಸೊ ಅದನ್ನ ಯಾರಾದ್ರೂ ಮ್ಯಾನೇಜ್ ಮಾಡೋದಿದ್ರೆ ಅವ್ರಿಗೆ ಒಂದು ಅಡ್ಮಿನ್ ಪೋಸ್ಟ್ ಕೊಟ್ಬಿಟ್ಟು ಸೊ ಅದು ಅದೇ ರೀತಿ ಅದು ಕೂಡ ಒಂದ್ ಕಡೆಯಿಂದ ನಡೆಯಲಿ, ಜನಗಳಿಗೆ ಒಳ್ಳೇದಾಗಲಿ. ಆ ರೀತಿ ചില നല്ല നല്ല ആശയങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനൊരു ചെറിയ സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് തന്നെ ഇന്ന് കിട്ടും. ഗുരുജി നമസ്തേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ. പറഞ്ഞോളൂ. ഗുരുജി, വ്യവസായ ഓഫീസ് ഉണ്ട്, അവിടെ ചെയ്താൽ നമുക്ക് ഫ്രീ ഗൈഡൻസ് കിട്ടും. ഞാൻ എടുത്തിട്ടുള്ളതാണ് അതിൽ നിന്ന്. അതെയോ? എല്ലാ ഓരോ ഇതിൽ എന്താ പറയുക, ജില്ലയിലുണ്ട് ഒരു വ്യവസായ ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ കളക്ടറേറ്റ് ഉണ്ടാവില്ല, അതിലുണ്ട്. അവർ ഫ്രീ അഡ്വൈസും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഓക്കെ. ഒരു എല്ലാ പഞ്ചായത്ത്, എല്ലാ വില്ലേജിലും അല്ലേ? എല്ലാ ഒരു ജില്ലയില് ഓക്കെ, എല്ലാ ജില്ലയിലും കളക്ടറേറ്റ് ഓഫീസിൽ വ്യവസായ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓഫീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ വ്യവസായ ഓഫീസിൽ പോയ ഇത്തരം കാര്യങ്ങൾക്കുള്ള സഹായങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. നമ്മൾ എങ്ങനെയാണ് എന്ത് ജോലി ചെയ്യുന്നത്, നമുക്ക് സാമ്പത്തിക എല്ലാം നമുക്ക് അവിടെ സംസാരിക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ അവരത് സഹായങ്ങളൊക്കെ ചെയ്തു തരും. എങ്ങനെ ലോൺ എടുക്കണം, എന്ത് ചെയ്യണം എല്ലാം പറഞ്ഞു തരുന്നതാണ് പറയണത്. സർക്കാരിൽ നിന്ന് ഒത്തിരി ആനുകൂല്യങ്ങൾ, ഒത്തിരി സംവിധാനങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോർട്ടലിനെ പറ്റി ചെറുതായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം വ്യവസായ ഓഫീസ് വരെ മനുഷ്യൻ എത്തിപ്പെടാൻ അതും ഒരു ബുദ്ധിമുട്ടല്ലേ? അറിയില്ലല്ലോ എവിടെയാ ಎങ്ങനെಯಾന്നുള്ളത്. ಪ್ಲೀಸ್ അറിಯುವನಿಲ್ಲ. ನೋಡಿ, ಪ್ರತಿಯೊಂದು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅಲ್ಲೂ ಕೂಡ ಈ ರೀತಿಯ ಏನು ಸವಲತ್ತು ಇರುವಂತಹ ಆಫೀಸ್ಗಳಿದೆ. ಅಲ್ಲಿ ಹೋಗಿ ಕೇಳಿದ್ರೆ ನಮಗೆ ಎಲ್ಲಾ ರೀತಿಯ ಏನು ಸಹಾಯ ಅವ್ರು ಮಾಡ್ತಾರೆ. ಸೊ ಬಟ್ ಏನು ಅಂತ ಹೇಳಿದ್ರೆ ನಾನು ಕರೆಕ್ಟ್ ಆಗಿ ನಾನು ಕೂಡ ಅದನ್ನ ಏನು ತಿಳ್ಕೊಳ್ತೀನಿ. ಸೊ ಯಾವ್ಯಾವ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅಂದ್ರೆ ಪ್ರತಿಯೊಂದು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅಲ್ಲಿ ಈ ರೀತಿ ಇದೆಯಾ ಅಥವಾ ಪಂಚಾಯತ್ಗಳಲ್ಲಿ ಈ ಒಂದು ವ್ಯವಸ್ಥೆ ಇದೆಯಾ ಅಂತ ಅದನ್ನ ಸರಿಯಾಗಿ ಯಾರಾದ್ರೂ ಗೊತ್ತಿದ್ರೆ ನನಗೆ ಬರೆದು ತಿಳಿಸಿ. ಸೊ ನಾನು ಕೂಡ ಅದರ ಹುಡುಕಾಟದಲ್ಲಿದ್ದೀನಿ. ಸೊ ಅದು ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ತಿಳಿದ ಮೇಲೆ ನಿಮಗೆ ಆ ವಿಷಯವನ್ನ ಮುಟ್ಟಿಸ್ತೇನೆ. നിങ്ങൾക്ക് ഇത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരാൾ ഇത്തരം അറിവുള്ള ഒരാളാണ് ഇപ്പൊ സംസാരിച്ച ഗ്രീഷ. അതേപോലെ ഇനിയും പലതരത്തിൽ അറിവുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം വെച്ചിട്ട് ഒരു വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കും. അതിനകത്ത് നമ്മുടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു ചെറിയ എന്താ പറഞ്ഞ ഒരു സഹായത്തിലൂടെ ഒരു വഴി കാണിച്ചു കൊടുത്താൽ അവർ വഴി കണ്ടു പൊക്കോളും. എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ ഒന്നും അറിയില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എവിടെ നിന്ന് എന്ത് സഹായം കിട്ടും, എങ്ങനെ പോയാൽ എന്ത് നേടാം, ഇങ്ങനത്തെ ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ನೋಡಿ, ಈಗ ಮೇಡಮ್ ಅವರು ಮಾತಾಡಿದ್ದಾರೆ. ಸೊ ಅವರಿಗೆ ಸೊ ಅದ್ರ ಬಗ್ಗೆ ಸ್ವಲ್ಪ ಅರಿವಿದೆ. ಸೊ ಅದೇ ರೀತಿ ಏನು ಅರಿವಿರುವಂತಹ ಜನಗಳನ್ನ ಸೇರಿಸಿ ಒಂದು ಗ್ರೂಪ್ ಅನ್ನ ಮಾಡ್ತೀನಿ. ಯಾರಾದ್ರೂ ಮಧ್ಯದಲ್ಲಿ ಏನೋ ಬಿಸ್ನೆಸ್ ಅಲ್ಲೋ ಅಥವಾ ಹಣದ ವಿಷಯದಲ್ಲಿ ಯಾವ್ದೋ ಒಂದು ವಿಷಯದಲ್ಲಿ ಸ್ಟೆಕ್ ಆಗಿದ್ರೆ ಸೊ ಅವ್ರಿಗೆ ಯಾವ್ದಾದ್ರು ಒಂದು ಮಾರ್ಗ ತೆರೆದುಕೊಡುತ್ತೆ. ಸೊ ಎಲ್ಲರೂ ಗೊತ್ತಿರುವವರು ಅದರಲ್ಲಿ ವಿಷಯಗಳನ್ನ ಹೇಳುತ್ತೀವಿ, ಅವ್ರಿಗೂ ಒಂದು ಚಿಕ್ಕ ಒಂದು ರೂಟ್ ಸಿಗುತ್ತೆ ಅವ್ರಿಗೆ ಇಂಪ್ರೂವ್ ಆಗ್ಲಿಕ್ಕೆ ಅಥವಾ ಆ ಹಣಕಾಸಿನ ಸಮಸ್ಯೆಯಿಂದ ಮುಂದೆ ಬರ್ಲಿಕ್ಕೆ ಅಥವಾ ಬಿಸ್ನೆಸ್ ಮಾಡ್ಲಿಕ್ಕೆ ಒಂದು ವ್ಯವಸ್ಥೆ ಆಗ್ಬೋದು. ಸೊ ಇಂತಹ ಕೂಡ ಒಂದು ಪ್ಲಾನ್ ಹಾಕಿದ್ದೇನೆ. അതിനുള്ള താൽക്കാലികമായിട്ട് ഇപ്പൊ ഞാൻ ഗ്രീഷേനെയും അനിലിനെയും അനില ചേച്ചീനെയും അർച്ചനേനെയും എല്ലാം വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലിട്ട് കൊടുക്കുക. താല്പര്യമുള്ളവർ അതിനകത്തേക്ക് സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്ത് ജോയിൻ ചെയ്യട്ടെ. ഇന്ന് തന്നെ വേണ്ട, അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഈ വീഡിയോ പുറത്തു പോകുമല്ലോ, അപ്പൊ ആളുകൾക്ക് മനസ്സിലായിക്കോളും. അവർ തനിയെ വന്ന് ജോയിൻ ചെയ്തോളും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഗുരുജി, നമ്മുടെ മലയാളത്തില് ഒരു സെയിൽസ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊരു സെയിൽസ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, സാധനങ്ങൾ വിൽക്കാനുള്ള ഗ്രൂപ്പ് അല്ല, അത് വേറെയാണ്. അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയ
വസ്തുക്കൾ കൊടുക്കാൻ വേണ്ട. പക്ഷെ അതിന്റെ ലക്ഷ്യമൊക്കെ മാറിപ്പോയി. ഇപ്പൊ സാധനം പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കലൊക്കെയാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ധർമ്മത്തിന്റെ വഴിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നോക്ക്, ഇത് ഞാൻ പറയുന്ന വേറെ ഒന്നും പോകുന്ന വേറെ ವഴിಕಾಗಿ കഴിഞ്ഞാൽ കാര്യമിಲ್ಲ. ಪ್ಲೀಸ್ ಅನಿಲೆ ಪರ. ಇವಾಗ ಅವರು ಗೃಷಾ ಮೇಡಮ್ ಅವರು ಏನ್ ಹೇಳಿದಾರೆ ಅಂತಂದ್ರೆ, ಮಲಯಾಳಂ ಅಲ್ಲಿ ಇದೇ ತರ ಒಂದು ಗ್ರೂಪ್ ಇದೆ ಅಲ್ವಾ ಅಂತ ಕೇಳಿದ್ರು. ಬಟ್ ಅದನ್ನ ಇದಕ್ಕೆ ಹೋಲಿಸ್ಬೇಡಿ, ಅದು ನೀವು ಮಾಡ್ಕೊಂಡಿರುವಂತಹ ಸೇಲ್ಸ್ ಗ್ರೂಪ್. ಆದ್ರೆ ನಾವು ಏನು ಮನೆಯಲ್ಲಿ ಏನು ಐಟಮ್ಗಳು ಮಾಡ್ತೀವಿ ಅಥವಾ ನಮ್ಮ ಏನು ಬಿಸ್ನೆಸ್ ಇದೆ, ಸೊ ಅದನ್ನ ಏನು ಮಾಡ್ಲಿಕ್ಕೆ ಇರುವಂತದ್ದು ಆ ಗ್ರೂಪ್. ಸೊ ಅದು ಇದಕ್ಕೂ ಮಿಂಗಲ್ ಮಾಡ್ಬೇಡಿ. ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದಾರೆ ಅಂತಂದ್ರೆ, ಸರ್ಕಾರದಿಂದ ಬರುವಂತಹ ಸವಲತ್ತುಗಳನ್ನ ಸಾಮಾನ್ಯ ಜನರಿಗೆ, ಅದು ಗೊತ್ತಿಲ್ಲದವ್ರಿಗೆ ತಲುಪಿಸುವಂತದ್ದು, ಮತ್ತೆ ಅವ್ರಿಗೆ ಏನು ಲೋನ್ ಸಿಗ್ಲಿಕ್ಕೆ ಅಥವಾ ಬಿಸ್ನೆಸ್ ಡೆವಲಪ್ ಮಾಡ್ಲಿಕ್ಕೆ ಅದರಿಂದ ಏನು ಐಡಿಯಾ ಸಿಗ್ಬೋದು, ಅಂತಹ ಒಂದು ಗ್ರೂಪಿನ ಬಗ್ಗೆ ಗುರುಜಿ മാതാടിದ್ದಾರೆ. ഇവിടെ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഇൻഷുറൻസിന്റെ കാര്യം, അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ വയസ്സാം കാലത്ത് പൈസ ഇല്ലാന്നും പറഞ്ഞിട്ട് തെണ്ടി അടക്കേണ്ട ആവശ്യമുണ്ടോ? സർക്കാർ ഒരു ഫെസിലിറ്റി കൊടുക്കുക. 70 വയസ്സ് കഴിഞ്ഞവർക്ക് നോർമലിവിടെ ഇൻഷുറൻസ് കൊടുക്കില്ല. അപ്പോ അത് നേരത്തെ തൊട്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കൊടുക്കും. ഇപ്പൊ എന്റെ അച്ഛന്റെ അമ്മയ്ക്കും ഇൻഷുറൻസിന് വേണ്ടി ഒരു വർഷം 40,000 രൂപ ഇതടക്കേണ്ടത്. എന്തെങ്കിലും ആവശ്യമുണ്ട്, ഞാൻ എടുത്തേക്കണല്ല, അനിയൻ എടുത്തേക്കണം അവരുടെ പേരിൽ. അപ്പോ അസുഖം എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ അസുഖം 40,000 രൂപ പ്രീമിയം കൊടുക്കണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അസുഖം വരില്ല. അതൊരു സത്യമാണ്. ഇനിയിപ്പോ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു 4 ലക്ഷം ചെലവായാലും നമ്മളോർത്ത് വിഷമിക്കണ്ട. ഇതാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അനിലെ പ്ലീസ് പറ. ನೋಡಿ, ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದಾರೆ ಅಂತಂದ್ರೆ, ಈಗ 60 ವರ್ಷ 70 ವರ್ಷ ಕಳೆದವರಿಗೆ ನೀವು ಬೇರೆ ಯಾವ್ದಾದ್ರು ಇನ್ಸೂರೆನ್ಸ್ ತಗೊಳ್ಳಿ, ಅಥವಾ ಅವರು ಮಾಡ್ಸಲ್ಲ. ಸೊ ಹಾಗಾಗಿ ಈಗ ಸರ್ಕಾರದಿಂದ ಅಂತಹ ಫೆಸಿಲಿಟಿ ಬರೋತ್ತಿಗೆ ನೀವು ಅದನ್ನ ಬಳಸ್ಕೊಳ್ಳಿ ಅಂತ ಹೇಳ್ತಾ ಇರೋದು. ಈಗ ಗುರುಗಳ ತಂದೆ ತಾಯಿಗಳಿಗೆ, ಸೊ ಅವ್ರಿಗೆ ಅವರ ಬ್ರದರ್ ಅವರು ಏನು 40,000 ವರ್ಷಕ್ಕೆ ಕಟ್ಟುವಂತಹ ಒಂದು ಇನ್ಸೂರೆನ್ಸ್ ಮಾಡಿದ್ದಾರೆ ಅಂತ. ಸೊ ಅಷ್ಟು ಕಟ್ಟುವಂತ ಏನು ಇನ್ಸೂರೆನ್ಸ್ ಕಟ್ಟುವಂತಹ ವ್ಯವಸ್ಥೆ ನಮ್ಮಲ್ಲಿ ಇದ್ರೆ ನಾವು ಅದನ್ನ ಇನ್ಸೂರೆನ್ಸ್ ಮಾಡ್ಬೇಕಾಗಿಲ್ಲ. ಈಗ ಒಂದು 4 ಲಕ್ಷ ಇದ್ರು ಕೂಡ ಅವ್ರು ಖರ್ಚು ಮಾಡ್ಲಿಕ್ಕೆ ಅವ್ರ ಹತ್ರ ದುಡ್ಡು ಇರುತ್ತೆ, ರೆಡಿ ಇರ್ತಾರೆ ಅಂತ. ಬಟ್ ಇದು ಹಾಗೆ ಅಲ್ಲ, ಇದು ಗವರ್ಮೆಂಟ್ ಇಂದ ಬರುವಂತಹ ಫೆಸಿಲಿಟಿ. ಸೊ ಹಾಗಾಗಿ ಈಗ ಅದನ್ನ ಏನು 60 ವರ್ಷ 70 ವರ್ಷ ಕಳೆದವರಿಗೆ ಏನೋ ಆ ಫೆಸಿಲಿಟಿ ಇದೆ, ಸೊ ಅದನ್ನ ಎಲ್ರು ಬಳಸ್ಕೊಳ್ಳಿ ಅಂತ ಹೇಳ್ತಾರೆ. ഇവിടെയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് ഇത്രയും വലിയൊരു ഫെസിലിറ്റി തന്നെ, ഒരു ഇൻഷുറൻസ് പദ്ധതി. അതൊരു വലിയ കാര്യം, ചെറുതല്ല അത്. അതിനി ഹെൽത്തിനെ റിലേറ്റ് ചെയ്ത് ഒത്തിരി ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും. ചെറുപ്പക്കാർക്ക് മുതൽ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ മുതൽ മരണം വരെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പൈൻ ഇൻഷുറൻസ് സർക്കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു വർഷത്തേക്ക് വരണത് 150 രൂപയല്ലേ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 140 കോടി ആൾക്കാർ ആശുപത്രി പോകണ്ടോ? ഇല്ല. വല്ല കുറച്ച് വളരെ ചെറിയ പെർസെന്റേജ് ആൾക്കാർ മാത്രമേ പോകുള്ളൂ. ചില ആളുകൾ ഉണ്ടാവും, ഒരസുഖം ഇല്ലെങ്കിൽ ചുമ്മാ ഹോസ്പിറ്റലിൽ പോയി 10 ദിവസം കിടന്നേക്കാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും ചില ആൾക്കാരുണ്ട് ഇൻഷുറൻസ് ഉണ്ടെന്നും പറഞ്ഞു. ಇಲ್ಲಿ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ, ಈಗ ಅಂದಾಜು ಭಾರತದಲ್ಲಿ 140 ಕೋಟಿ ಜನಸಂಖ್ಯೆ ಇದೆ ಅಂತ ಹೇಳ್ತಾರೆ. ಸೊ ಈ ಗವರ್ಮೆಂಟ್ ನ ಇನ್ಸೂರೆನ್ಸ್ ಅಥವಾ ಸೆಂಟ್ರಲ್ ಗವರ್ಮೆಂಟ್ ಇಂದ ಬರುವಂತಹ ಇನ್ಸೂರೆನ್ಸ್ ಪದ್ಧತಿಯಲ್ಲಿ ಏನೋ ಒಬ್ಬರಿಗೆ ಒಂದು 140 ರೂಪಾಯಿ ಅಂತ ಈ ರೀತಿ ಏನಾದ್ರೂ ಬರಬಹುದು. ಇಲ್ಲಿ ಈಗ 140 ಕೋಟಿ ಜನಗಳು ಕೂಡ ತಗೊಳ್ಳೋರ್ಗೂ ಕೂಡ ಅದರಿಂದ ಬೆನಿಫಿಟ್ ಆಗುತ್ತೆ ಅಂತ ಅವ್ರು ಹೇಳ್ತಿದ್ದಾರೆ. ഇന്നത്തെ ക്ലാസ് തീരാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ಇಂದಿನ ತರಗತಿ ಮುಗಿದಿದೆ. ಮುಂದಿನ ತರಗತಿಯಲ್ಲಿ ಭೇಟಿಯಾಗೋಣ. ಏನಾದ್ರೂ ಇದ್ದರೆ ಬರೆದು ತಿಳಿಸಿ. ಎಲ್ಲರಿಗೂ ಶುಭ ದಿನ.